So, GG owning to all. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്തായാലും കിട്ടി. മലയാളിയാണ്, സെറ്റിൽഡ് ഇൻ മൈസൂർ. എൻ്റെ ഫാദർ ജോലിക്ക് വേണ്ടിയിട്ട് മൈസൂരിൽ സെറ്റിൽ ആയപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് മാറിയതാണ്. പഠിച്ചതും വളർന്നൊക്കെ മൈസൂരാണ്. പക്ഷെ വീട്ടിലും മലയാളം സംസാരിക്കുന്നുണ്ട്, വേറെ ഒരു മലയാളമായിട്ടൊരു ടച്ച് ഇല്ല. എന്നെ മലയാളത്തിൽ പിന്നെ നാട് വടകരയാ. ആ മലയാളത്തിന്റെ കുറച്ച് ആ ഒരു സ്ലാങ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് അറിയുന്ന മലയാളം വെച്ച് ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ ട്രൈ ചെയ്യാം. ഇനി കിട്ടാത്ത വേർഡ് ഇംഗ്ലീഷിലും ചെയ്യാം. So, Sandeep, you are the host. Yes, sir. Fantastic, sir. Okay. Once again, sir, I think GG Global Gardener ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് ഒരു പ്രൊമോ ചെയ്യുന്ന എല്ലാവരും മ്യൂട്ട് ചെയ്യാം സർ. ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ആൾ കൊടുത്തോളൂ. നിങ്ങൾ കോ-ഹോസ്റ്റ് ഇല്ല, ആരെങ്കിലും ഒരാളെ കോ-ഹോസ്റ്റ് വെച്ചിട്ടുണ്ട് നല്ലത്. അല്ല, കോ-ഹോസ്റ്റ് ഇപ്പൊ അത് സെറ്റിംഗ്സിൽ പോകണം. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോകണം. Okay. Just a minute, I'll mute all. Yes. And I will Santosh sir, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Just try it. I think if I when you have given it, unmute the participants can unmute yourself. I can. Yes. Yeah. Fine. No problem. So if you have any point of time, any doubt in English, we can discuss it last. In between, one or two volunteers വേണം. അത് ഞാൻ അന്നേരം പറയാം. So first of all, sir, wonderful creativity. I think Santosh sir, I think you are one of the most creative persons we have seen. And GG is accepting that the launch, the GG launch was also a best example. And I think nammal Shabir sir in the background la കാണുന്ന ഒരു promo, that is the UPOS promo, that is also wonderful, so mind blowing. എനിക്ക് എത്രയോ ആൾക്കാർ വിളിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു സന്തോഷ് സാറിന്റെ ആണ്, no doubt. Right, so we will go to thing. I will unmute my video because bandwidth is an issue. So if we are in too much in video clarity for you, so if needed you can be, or you have to unmute here. So I hope you can see the screen. Yes. Okay. So idana ഏറ്റവും വലിയൊരു ചോദ്യം, UPOS യൂണിവേഴ്സൽ പോയിന്റ് ഓഫ് സെയിൽ. കമ്പനിയുടെ ഒരു യുണീക് പ്രോഡക്റ്റ് ആണ് UPOS. സോ എല്ലാവർക്കും ഇതാണ്, എന്തിനാ ഈ UPOS ആണോ പ്രൊമോട്ട് ചെയ്യുന്നത്, ഈ കമ്പനിക്ക് UPOS തന്നെയാണോ ഉള്ളത്, ഇത് എന്താ പറയുക പ്രഷർ ചെയ്ത് നമ്മളെ മേടിപ്പിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണോ, ഈ ഒരു തിങ്കിങ് എല്ലായിടക്കും ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. സി ഇറ്റ് വാസ് മൈ ക്വസ്റ്റ്യൻ ഓൾസോ ആസ് എ യൂസർ. ഞാൻ ആദ്യം GGന്റെ പ്ലാന് കേട്ടപ്പം നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ സെയിം തിങ് വെൻ ദേ ടോക്ക് അബൌട്ട് UPOSനെ പറ്റി പറഞ്ഞപ്പം ആ എക്സൈറ്റ്മെന്റ് കുറഞ്ഞു. ബിക്കോസ് 67,000 rupees ഒരു എന്തിന്റെ 54,000 rupees in the investment ഉണ്ട്. So that അത് ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റിവിറ്റി എനിക്കും ക്രിയേറ്റ് ചെയ്ത്. But I think when I went and studied very much about this business, പിന്നെ UPOSനെ പറ്റി സ്റ്റഡി ചെയ്യാൻ തോന്നിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് UPOS is one of the best product. I think the best investment which we can do. നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എനിവേ നമ്മൾ അൺലെസ് ആൻഡ് അൺടിൽ വി ഓൾ ലിവ്, അതുവരെ നമുക്ക് എന്തായാലും ഒന്ന് എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. ആ എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഷോപ്പ് ചെയ്തേ പറ്റും. ആ എക്സ്പെൻസസിന് വേണ്ടി ഷോപ്പിംഗ് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഷോപ്പിങ്ങിന് വേണ്ട ഒരു യുണീക് പ്രോഡക്റ്റ് ഇസ് UPOS. ദാറ്റ് ഇസ് വൈ ദിസ് കമ്പനി സേസ് ദാറ്റ് ഇന്ത്യസ് ഡിജിറ്റൽ ഇൻവെൻഷൻ, ഇതൊരു ഇൻവെൻഷൻ ആണ്, ഡിജിറ്റൽ ഇൻവെൻഷൻ, വേറിൻ നിങ്ങൾക്ക് 20 crore പ്രോഡക്ട്സ് ആൻഡ് സർവീസ് സെൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിജിറ്റൽ ഇൻവെൻഷൻ ആണ് UPOS. ഓക്കെ, സോ ഐ വിൽ എക്സ്പ്ലെയിൻ യു ഈ ഒരു UPOSന്റെ പ്രത്യേകത എന്താണെന്ന്. ഞാൻ ഈ ഒരു ഇതിന്റെ ബെനിഫിറ്റ് എത്രയുണ്ട്, UPOS മേടിച്ചാൽ നമ്മളെ വേറെ ആരെ കാൽക്കുലേഷനിൽ സേവ്, ഇപ്പൊ എന്റെ ഷോപ്പിംഗ് മാത്രം ഞാൻ ഇതിൽ ചെയ്താൽ എത്ര സേവ് ചെയ്യാൻ പറ്റും, ഈ ഒക്കെ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ കവർ ചെയ്യാൻ ട്രൈ ചെയ്യാം. സോ ഹു ഓൾ ക്യാൻ ബൈ UPOS, ഇത് ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ബട്ട് ഇതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ്, ഐ വോണ്ട് ടു കമ്പയർ ദ UPOS. ഇന്ന് UPOSന്റെ എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റ് ഉണ്ടോ? സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
സോ ഇന്ന് മാർക്കറ്റിൽ ഈ യുപോസിന്റെ ഒരു കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റിന് എന്ത് പ്രൈസിംഗ് ആണുള്ളത്, വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് ദാറ്റ്, അതെന്താ അറിയണം. ഇതൊരു ബിസിനസ് ആയി കണ്ടാൽ നിങ്ങൾക്ക് ഇത് യുപോസ് ഒരു പേഴ്സണൽ പർച്ചേസിന് മാത്രമല്ല മേടിക്കാനുള്ള ഒരു സാധനമല്ല. യുപോസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് എക്സ്റ്റൻഷൻ, ഒരു ഡിജിറ്റൽ മോളാണ്. നിങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരു ഡിജിറ്റൽ മോളാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് മോൾ യു ഹാവ് എ സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, സോ ഇതിന്റെ ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ 2-3 സെഗ്മെന്റ്സ് ഉണ്ട്. വൺ സ്റ്റോർക്കിംഗ് ഒരു കമ്പനി ഉണ്ട്. സോ ദേ ആർ ഓൺ ടു ഡിജിറ്റലൈസേഷൻ ഓഫ് എനി ബിസിനസ്. നിങ്ങളെ ഏത് ഷോപ്പിൽ ഡിജിറ്റലൈസേഷൻ ചെയ്യാൻ പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇസ് അഗൈൻ 10 to 15 lakh ഇസ് ഇൻവെസ്റ്റ്മെന്റ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എവറി ഇയർ നിങ്ങൾ ഇത് AMC കോസ്റ്റും കൂടി നിങ്ങൾ ബെയർ ചെയ്യേണ്ടി വരും. എവറി ഇയർ യു ഹാവ് എൻ ഇൻവെസ്റ്റ്മെന്റ്. ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളിപ്പം ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് വെക്കുക നിങ്ങളെ. പ്ലീസ് എല്ലാവരോടും പറയണം, അത് മ്യൂട്ട് ചെയ്ത് വെക്കുക. അതൊരു നമ്മുടെ ഒരു ബേസിക് മര്യാദയാണ്. മ്യൂട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് വിൽ ഡിസ്റ്റർബ് ദ എൻടയർ സെഷൻ. ആരാണോ അൺമ്യൂട്ട് ചെയ്തിട്ടുള്ളത് അവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യും. ബിക്കോസ് ആ ഫ്ലോ ഒന്ന് പോയി കിട്ടുമോ, ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് കിട്ടുമോ? ബിക്കോസ് ഒന്നാമത് കണ്ടുകൊണ്ട് സംസാരിക്കുന്നില്ല. സോ ഐ ആം ജസ്റ്റ് ടോക്കിംഗ് ഓൺ ദ സ്ക്രീൻ. സോ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, സോ അടുത്തൊരു കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റ് ആണ് അമേസോൺ ഈസി. അമേസോൺ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ എക്സ്റ്റൻഷൻ സ്റ്റോർ ആണ് അമേസോൺ ഈസി. സോ ദേ ആർ ഓൾസോ ചാർജിങ് 3 lakh. 3 lakh ആണ് ഈ ഒരു അമേസോൺ ഈസിന്റെ ഫ്രാഞ്ചൈസി കോസ്റ്റ്. ഇവിടെയും കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഗിവിംഗ് യു കമ്പ്യൂട്ടർ ആൻഡ് ടെലിവിഷൻ, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബ്രാൻഡിങ്. മിസ്റ്റർ സുരേഷ്, ഇത് എത്ര പറഞ്ഞാലും നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അവരവരുടെ സ്ക്രീനുകളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും അത് മ്യൂട്ടാണ് അൺമ്യൂട്ടാണ്. ദയവ് ചെയ്തൊന്ന് മ്യൂട്ട് ചെയ്യാം പ്ലീസ്. Okay, sir. Now I have not. I have removed it, so nobody can unmute now. Okay. So, suppose sir, if you have anything, you can just. I will unmute you. Can't see you. So okay. Anyway, I will not stop now. So investment is 3 lakh. In Amazon Easy, the investment is 3 lakh under. ഇവിടെയും അഗെയിൻ കസ്റ്റമർ ഹാവ് ടു കം ടു നിങ്ങളുടെ സ്റ്റോറിൽ വരണം, പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണം, കാറ്റലോഗ് നോക്കി, TV നോക്കി, കാറ്റലോഗ് നോക്കി പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണം, ഓൺലൈൻ ഓർഡർ ചെയ്യണം. അമേസോൺ ഇസ് ഡെലിവറിംഗ് ദാറ്റ് പ്രോഡക്റ്റ്. അഗെയിൻ ഇവിടെയും നിങ്ങൾക്ക് ആഫ്റ്റർ സെയിൽ സർവീസിന്റെ ഒരു ഹെഡേക്ക് ഉണ്ട്. ബിക്കോസ് നിങ്ങൾ അമേസോണിന്റെ ഒരു ലാസ്റ്റ് എൻഡിലുള്ള ഒരു റീറ്റെയിലർ ആണ്. സോ വാട്ട് വിൽ ഹാപ്പൻ, എന്തെങ്കിലും കസ്റ്റമർ കംപ്ലൈന്റ് വന്നാൽ ഓട്ടോമാറ്റിക്കലി അഗെയിൻ ആ റിസോൾവേഷനും നിങ്ങൾ തന്നെ ചെയ്യണം. അമേസോൺ ഈസിന്റെ കസ്റ്റമേഴ്സിന് പ്രശ്നം വന്നാൽ നിങ്ങൾ അതിന്റെ ഒരു ആൻസറബിലിറ്റി ഉണ്ട്. സോ Amazon Easy. So this is അതിനും 3 lakh ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇനി ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇതിനേക്കെല്ലാം അറിയാൻ പറ്റിയ ബിഗ് ബസാറും കൂടി ബിഗ് ബസാർ ഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. സോ ഇൻവെസ്റ്റ്മെന്റ് ഇസ് 10 lakh. അഗൈൻ 5 lakh ഇസ് കോസ്റ്റ് ആൻഡ് 5 lakh ഇസ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം. സോ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു സെഗ്മെന്റിൽ നിങ്ങൾ ഇതിന്റെ ഒരു കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, of course right now there is no competitive product for UPOS. exclusive ആയിട്ട് യുപോസിനെ പറ്റിയ ഒരു കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റ് ഒന്നുമില്ല. ഓക്കെ, അമേസോൺ എടുത്താലും അമേസോണിലുള്ള പ്രോഡക്റ്റ് മാത്രം സെൽ ചെയ്യാൻ പറ്റും, ഫ്ലിപ്കാർട്ട് എടുത്താലും ഫ്ലിപ്കാർട്ടിലെ പ്രോഡക്റ്റ് മാത്രം സെൽ ചെയ്യാൻ പറ്റും. സോ ഇൻഫാക്ട് യു ആർ കില്ലിംഗ് യുവർ കോമ്പറ്റീഷൻ വെൻ നിങ്ങൾ ഇതൊരു യുപോസ് മേടിക്കുമ്പോൾ യു ആർ കില്ലിംഗ് ദ കോമ്പറ്റീഷൻ. സോ യുപോസ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് 54,000 കോസ്റ്റ് ഉണ്ട്. ഇപ്പൊ മൂവി വോച്ചേഴ്സ് ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും ഒരു വോച്ചർ തരാൻ റെഡി കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ സ്റ്റാൻഡ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ ഇത് കിട്ടുന്നുണ്ട്, പേപ്പർ പാംപ്ലെറ്റ്സ് കിട്ടുന്നുണ്ട്, ലോക്കലിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡിങ് എന്തോ ഒരു പാർട്ട്ണറായിട്ടും നിങ്ങൾക്ക് യുപോസ് ഉള്ള ബെനിഫിറ്റ് കമ്പനി എംബെഡഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ഞാൻ അധികം ഡീറ്റെയിൽ ആയി പോകുന്നില്ല. ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി ഒരു വാവ് കണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വാവ് കണ്ട ഒരു ഓൾറെഡി നിങ്ങളൊരു ലീഡർഷിപ്പ് ടീമിലേക്ക് വരുന്ന ഒരാളാണെന്ന് വിശ്വസിച്ചോണം ഞാൻ അധികം ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ പക്ഷേ ഈ 54,000 rupees ഇൻവെസ്റ്റ്മെന്റ് ആയി കണ്ടാൽ നിങ്ങൾക്ക് 27,000 ബ്രാൻഡ്സിന്റെ പ്രോഡക്റ്റും 12,000 ലോക്കൽ വെൻഡേഴ്സ് ആൻഡ് മേജർ വെബ്സൈറ്റ്സിന് പ്രോഡക്റ്റ് വിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. സോ ക്വിക്ലി ടേക്കിംഗ് ഓൺ ദിസ്, ഇതിൽ എന്താ ബെനിഫിറ്റ് ബൈ നിങ്ങൾ യുപോസ് മേടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് മെർച്ചന്റ് ആണ്, നിങ്ങൾക്ക് തുണിക്കടയാണുള്ളത്. സോ ഇപ്പൊ നിങ്ങളുള്ള നിലവിലുള്ള 100 കസ്റ്റമറോ 500 കസ്റ്റമറോ ഓൺലി യു ആർ ഡീലിംഗ് വിത്ത് തുണി മാത്രമേ വിൽക്കാൻ പറ്റുന്നുള്ളൂ, വേറെ ഒന്നും വിൽക്കാൻ പറ്റുന്നില്ല.
പക്ഷെ ജസ്റ്റ് ഇമാജിൻ അടുത്ത കാലത്ത് നിങ്ങളെ തൊട്ടപ്പുറത്തിൽ ഷോപ്പർ സ്റ്റോപ്പോ അല്ലെങ്കിൽ പാൻറ്റലൂൺ സെൻട്രൽ ഇങ്ങനെ വലിയ പറഞ്ഞ ഏതെങ്കിലും ഒരു വലിയൊരു മോൾ, അങ്ങനെ വലിയൊരു റീറ്റെയിൽ ക്ലോത്തിങ് ബിസിനസ്സിലുള്ള വലിയ ഷോപ്പിംഗ് മോൾ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഷോപ്പർ സ്റ്റോപ്പിന് തന്നെ എടുക്കാം. നിങ്ങൾക്ക് ഷോപ്പർ സ്റ്റോപ്പായിട്ട് ഒരിക്കലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് ഒരിക്കലും പാൻറ്റലൂണുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റൂല, സെൻട്രൽ മോളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവര് ദേ ആർ ബിഗ് പ്ലേയേഴ്സ് ഇൻ മാർക്കറ്റ്. സോ പക്ഷെ നിങ്ങൾക്ക് ഇപ്പം ഒരു യുപോസ് ഓണർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീറ്റെയിലിൽ വന്ന് കസ്റ്റമർ മേടിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരും. പക്ഷെ ബൾക്കിൽ ചിലപ്പോൾ സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഡയറക്ട്ലി ദേ വിൽ വാക്ക് ഇൻ ടു ഇദർ ബിഗ് ബസാർ, FBB പോകും, അല്ലെങ്കിൽ പാൻറ്റലൂണിൽ പോകും. അത് നിങ്ങൾക്ക് ഇനി എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് നിങ്ങൾ ഇനി പാൻറ്റലൂണിന്റെ പ്രോഡക്റ്റ് കൊടുക്കാം, നിങ്ങൾക്ക് ഇനി അമേസോണിലുള്ള കൂപ്പൺസ് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യു ആർ എലിമിനേറ്റിംഗ് യുവർ കോമ്പറ്റീഷൻ. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പാർട്ട്. Next thing is you multiply your income per user. See, ഇതുവരെ നിങ്ങളെ യൂസർ only is having only one product you are selling, അത് മാത്രം സർവീസ് കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഇനി ആ സെയിം കസ്റ്റമറിന്റെ കറണ്ട് ബിൽ നിങ്ങൾക്ക് പേ ചെയ്യാം, മൊബൈൽ റീചാർജ് ചെയ്യാം, മൊബൈൽ ബിൽ പേ ചെയ്യാം, എന്ത് സർവീസ് കൊടുത്താലും, എന്ത് സാധനം, ഇനി കല്യാൺ ജുവലിലെ ഗോൾഡ് കൊടുത്താലും, നെക്സ്റ്റ് ഫ്യൂച്ചറിൽ മലബാർ ഗോൾഡ് ആൻഡ് ജോയ് അലുക്കാസ് ഇങ്ങനെയുള്ള ബ്രാൻഡും കൂടി വരുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. നിങ്ങൾ ഗോൾഡ് വിറ്റാലും നിങ്ങൾക്ക് കാശ് കിട്ടും, ബിഗ് ബസാറിൽ കൂപ്പൺ വിറ്റാലും കാശ് കിട്ടുന്നു, കാറ് വിറ്റാൽ കാശ് കിട്ടുന്നു. ഇതിലപ്പുറം നിങ്ങളെ ഒരു കസ്റ്റമർ ലൈഫ് ടൈം നിങ്ങളുടെ അടുത്ത് എല്ലാ സർവീസും കൊടുക്കാൻ പറ്റിയ ഒരു യുണീക് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ കസ്റ്റമർ എന്തിനാ നിങ്ങളുടെ അടുത്ത് വരും? കസ്റ്റമർ എന്തിനാ വരുന്നത് കഴിഞ്ഞാൽ, കസ്റ്റമറിന് നിങ്ങൾ ഇനി 1 point സെയിൽ കോർഡിനേറ്റർ ആയി. ബിക്കോസ് ഒരു മൊബൈൽ മേടിക്കാൻ കസ്റ്റമറിന് കുറെ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇനി ആ മൊബൈൽ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓഫർ നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന കസ്റ്റമർ എന്തായാലും ഉറപ്പറിയാം. സോ യു ആർ എ ഫ്രീ അസിസ്റ്റന്റ് ആൻഡ് സിംഗിൾ പോയിന്റ് കോൺടാക്ട് ആയി. കസ്റ്റമറിന് ഇനിയിപ്പം 10 ഷോപ്പ് കയറി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഓൺലൈൻ കയറി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നേരിട്ട് ഒറ്റ യൂസറിനെ വെച്ച് പിന്നെ ഓൺലി നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ കിട്ടും. സോ യുപോസ് ഓണർ വിൽ ബി എ 1 point സെയിൽസ് കോർഡിനേറ്റർ. പിന്നെ രണ്ടാമത്തെ കാര്യം, യുപോസിലൂടെ മേടിക്കുന്ന എല്ലാ കാര്യത്തിനും ഗ്യാരണ്ടീഡ് 100% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് GG കോയിൻസ്. സോ അത് 100 രൂപയുടെ റീചാർജ് ചെയ്തോട്ടെ, ഇല്ലെങ്കിൽ 10,000 ഒരു മൊബൈൽ മേടിച്ചാലും ശരി, ഇല്ല നാളെ ഇനി ഒരു 10 ലക്ഷത്തിന്റെ ഗോൾഡ് മേടിച്ചാലും നിങ്ങൾക്ക് അത്രയും ക്യാഷ് ബാക്ക് കിട്ടും ഇൻ ഫോംസ് ഓഫ് GG കോയിൻസ്. ആ GG കോയിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. GG കോയിൻ നിങ്ങൾക്ക് അടുത്ത ഷോപ്പിംഗിൽ 5% GG കോയിൻസിന് യൂസ് ചെയ്യാൻ പറ്റും എന്നറിയാം. പിന്നെ അത് റിയൽ ക്യാഷ് ആയി കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഫോർത്ത് അതിലും ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് അറിയാം. സോ എനിവേ ക്വിക്ലി ഗോയിങ്, ഓൾസോ യു ആർ ഗെറ്റിംഗ് ഗ്യാരണ്ടീഡ് 2%. ഇതുവരെ കസ്റ്റമറിന് എവിടെയും ഒരു അഷ്യൂർഡ് ക്യാഷ് ബാക്ക് എവിടെയും കിട്ടാറില്ലായിരുന്നു. സോ ബട്ട് ഇനി ഒരു ഗ്യാരണ്ടി ഉണ്ട്, എന്തായാലും കസ്റ്റമറിന് 2% ക്യാഷ് ബാക്ക് 100% കിട്ടാൻ പോകുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി അപ് ടു 100% ഇഫ് ദേ ഗോ ഫോർ FIFO ഓർ മൈ സർക്കിളോ FIFO പോയി കഴിഞ്ഞാൽ ആ കസ്റ്റമറിന് ഇനി 100% വരെ ക്യാഷ് ബാക്ക് കിട്ടാൻ പോകുന്നുണ്ട്. So earning up to 1 crore. This is the best part. My circle ആണ് next game changer. ചെയ്യുന്ന എക്സ്പെൻസ്, ഇതുവരെ വീട്ടിലെ ചെലവ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി മാറിയിട്ടില്ല. സോ we tell it. So that's the USP of this company is that now we can proudly tell that your expenses are your new investment. നിങ്ങൾ മാസത്തിൽ എത്ര എക്സ്പെൻസസ് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ ന്യൂ ഇൻവെസ്റ്റ്മെന്റ്. 10,000 ഒരു എക്സ്പെൻസ് കഴിയുമ്പോൾ അത് ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുന്നു മൈ സർക്കിൾ അല്ലെങ്കിൽ FIFOയിലേക്ക് പോയിക്കൊണ്ട്. സോ ഐ തിങ്ക് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ആസ് എ കസ്റ്റമർ ഞാൻ പറഞ്ഞ the best part will be my circle is the best thing rather than FIFO. Okay, so this is a few things which I want to tell on the part of UPOS. ഇതിന്റെ ഒരു comparison. ഇതിനെ I will allow to unmute yourself. Yes, I've given option. So ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ directly I'm going to the calculator. Santosh sir, can I go to calculator? Sandeep, you can go. Yeah. Sandeep sir, നിങ്ങൾ വീഡിയോ ഒന്ന് ഓൺ ചെയ്തോളൂ, അപ്പോൾ ലൈവ് കിട്ടും. ഇത് സന്ദീപ്, ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും അത് ബഹളങ്ങൾ തുടങ്ങി. നമ്മുടെ ആൾക്കാർക്ക് ആർക്കും വലിയ പ്രശ്നമാണ്. Again, it creates lot of disturbance. Okay, sir. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം സർ. പക്ഷെ അതിന് എനിക്ക് 2-3 വോളണ്ടിയേഴ്സ് വേണം സർ. I can make you select ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്താൽ മതി കുറച്ചുപേര്, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തു.
Don't give this thing. Okay. ഞാനിപ്പം ആരെങ്കിലും 2-3 ആളെ അൺമ്യൂട്ട് ചെയ്യാം. പിന്നെ who can be? Yeah, Naushad. Yeah, he's ഇത് ക്വസ്റ്റ്യൻ ആണോ ഇല്ലെങ്കിൽ വോളണ്ടിയർ ആവാൻ പറയുന്ന ആളാണോ? എനിക്ക് 1-2 വോളണ്ടിയേഴ്സ് വേണം. 1 മതി, 2 ലക്ഷറി, എനിത്തിങ്. സോ ബിക്കോസ് ടു എക്സ്പ്ലെയിൻ ദിസ് കാൽക്കുലേറ്റർ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് യുപോസിൽ എങ്ങനെയാണ് പ്രോഫിറ്റ്. സന്ദീപ്, എനിക്ക് തോന്നുന്നത് നമുക്ക് ഒന്ന് ഷബീർ ഉണ്ട്. ഷബീറിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ഷബീർ ആൻഡ് I can make you host. അതിനെ കൊണ്ട് പക്ഷെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല അല്ലേ? വേണ്ട ഇത് ചെയ്താൽ ശരി. ഷബീർ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഇനി ഒരാള് യു ക്യാൻ മേക്ക് നോക്കട്ടെ, ഒന്ന് നോക്കിക്കോട്ടെ. somebody from ദിനേഷ് പൊതുവാൾ അദ്ദേഹത്തിന് ഒന്ന് അൺമ്യൂട്ട് ചെയ്തു. ഞാൻ കൊടുത്തിട്ടുണ്ട് സർ, എനിക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദിനേഷ് പൊതുവാൾ. ഓക്കെ. പക്ഷെ ശബ്ദം വരുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട്. അത് ദിനേശിന്റെ ആണോ ബാക്ക്ഗ്രൗണ്ട് ശബ്ദം വരുന്നത്? somebody ആരൊക്കെ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാർ നല്ലതാണ്. ഞാൻ റെഡിയാണ്. ഓക്കെ, ആരാണ് സർ? ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്ത ആരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ശബ്ദം വരുന്നുണ്ട്? നിങ്ങൾ ഒന്ന് അത് അറിഞ്ഞിട്ടൊന്ന് ചെയ്യൂ. ഓക്കെ. സോ ദിനേഷ് പൊതുവാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ പോയി. Sir, I am here. ദിനേശ് ഈ ശബ്ദം വരുന്ന ആരുടെ? ഇപ്പൊ ഒരു കുട്ടിയുടെ ശബ്ദം വരുന്ന ആരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാ? ഭയങ്കര ശബ്ദം വരുന്നത്. സർ ഞാൻ റെഡിയാണ്. എന്നെ അൺമ്യൂട്ട് ചെയ്തോ. അതെ, സന്ദീപ് യു മേക്ക് ഓൺലി ഷബീർ ആൻഡ് മീ. നമ്മൾ ഇതായിക്കോളാം. ബാക്കി എല്ലാം മ്യൂട്ട് ചെയ്തു. കാരണം എല്ലാവർക്കും അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുക്കണ്ട. കൊടുത്തു കഴിഞ്ഞാൽ again it will be a problem. Yes. Okay. ഇല്ലാന്ന് തോന്നി അല്ലേ? ആരും ഐ തിങ്ക് അത് കൊടുത്തിട്ടില്ല. ബട്ട് ഓക്കെ, എനിവേ ഞാൻ ഇതിലേക്ക് കടക്കാം. സോ ഇത് ഒരു യുപോസിന്റെ ഒരു കാൽക്കുലേറ്റർ ആണ്. സോ ഒരു യുപോസിന്റെ ഒരു പൊട്ടൻഷ്യൽ ഏർണിംഗ് എത്ര ഉണ്ട് ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റിയ ഒരു കാൽക്കുലേറ്റർ ആയത്. ഓക്കെ, സോ ലെറ്റ് us see how ഈ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു യുപോസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് 54,000 rupees. ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ സർ, സ്ക്രീൻ ഷെയർ ആയിട്ടില്ലേ? 54,000 ആണ് യുപോസിന്റെ കോസ്റ്റ്. ഇതൊരു ബിസിനസ് ആയി കണ്ടുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇതിന് എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അല്ലെ? എല്ലാ ബിസിനസ്സിലും ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെക്ടേഷൻ ഇസ് ദേർ. ആ എക്സ്പെക്ടേഷൻ, നിങ്ങളെ എക്സ്പെക്ടേഷൻ എത്രയാണെന്ന് ഞാൻ ചോദിക്കാം. ഇവിടെ ഇതുള്ള നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എത്ര പറഞ്ഞാൽ അത്ര ഇടാം. 100 പറഞ്ഞാൽ 100. ദിനേശിന്റെ അവിടെ നിന്ന് ശബ്ദം ഇല്ല സർ, ഇല്ല. വേറെ ആരുടെയാണ് വരുന്നത്? ഒരു ബാക്ക്ഗ്രൗണ്ട് ശബ്ദം വരുന്നുണ്ട്, കുട്ടികളുടെ ശബ്ദം വരുന്നുണ്ട്. ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. പ്ലീസ് ആരാണെങ്കിലും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കും. നിങ്ങൾ സംസാരിക്കേണ്ടപ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ. ഇതിപ്പോ ടോട്ടൽ ആ ട്രെയിനറുടെ ഫ്ലോ പോകും. പ്ലീസ് എത്ര പ്രാവശ്യം നമ്മളെ റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ദിനേശ് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, ആരാണെങ്കിലും ശരി, എനിക്ക് ഇതിനൊരു ഇൻപുട്ട് വേണം. എത്രയാണ് നിങ്ങൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്? ഇതൊരു ബിസിനസ് ആയി കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അത് 50% ആയിരിക്കാം, 60% ആയിരിക്കാം. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, അത് നിങ്ങൾക്ക് പറയാം. ഞാനിവിടെ 15% പറഞ്ഞിട്ടുണ്ട്. അത് മേക്കിംഗ് ഇറ്റ് 0. യു ക്യാൻ ടെൽ മീ വാട്ട് എവർ ഇസ് യുവർ റിട്ടേൺ. ഇതൊരു മുതൽ മുടക്കായി കാണുമ്പോൾ ഒരു വോളണ്ടിയർ, എനി ചാനൽ പാർട്ട്ണർ ഓർ എനിബഡി ക്യാൻ. ദിനേശ് ജി നിങ്ങൾ പറയൂ. I am not getting any input from him, sir. Hello. Dinesh, unmute you. Dinesh can unmute now. Yeah, unmute facility. I have given them an option. Allow participant. Okay. Now I have to. Okay, sorry. Alakil, you can ask Shabir. Shabir ji, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, അതാണ് നല്ലത്. Bimal is told 30.
ഓക്കെ 30% ആണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ. സോ മാസം 30% നിങ്ങൾക്കൊരു റിട്ടേൺസ് കിട്ടിയാൽ ഇത് നല്ലൊരു ബിസിനസ് ആണെന്നാണ് പറയുന്നത്. സോ 54,000 ഇൻവെസ്റ്റ്മെന്റ് 30% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് 16,200. സോ 16,000 16,000 റിട്ടേൺസ് കിട്ടിയാൽ നിങ്ങൾ യൂപോസ് മേടിക്കും, ഉറപ്പല്ലേ? നിങ്ങൾ മേടിച്ച ആളാണ്, പക്ഷെ മേടിക്കാത്ത ആളാണെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യും. അല്ല, ഞാൻ മേടിക്കാത്ത നിങ്ങൾ ഓഡിയോ പോയി, നിങ്ങളുടെ നെറ്റ് ഇഷ്യൂ ഉണ്ട്. ആരെങ്കിലും നല്ല ക്ലിയർ ഓഡിയോ ഉള്ള ആളും ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഇല്ലാത്ത ആളുണ്ടെങ്കിൽ. സന്തോഷ് എന്നെ കേൾക്കുന്നുണ്ടോ? ഉസ്മാൻ പറഞ്ഞോളൂ. ഇവിടെ നോയ്സ് വരില്ല, ഞാൻ ഓഫീസിലാണ്. ഉസ്മാൻ മതി. ഉസ്മാൻ വിൽട്ടൻ. ഓക്കെ ഓക്കെ ശരി സർ പറയൂ സർ. പ്ലീസ് മ്യൂട്ട് സർ. ഓക്കെ, റെസ്റ്റ് ഓൾ മ്യൂട്ട് യുവർസെൽഫ്. ഉസ്മാൻ ജി നിങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി. ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ എന്താണ് സർ, ചാനൽ പാർട്ണർ ആണോ? ഞാൻ ചാനൽ പാർട്ണർ ആണ്, CP ആണ്. എക്സലന്റ്. ഓക്കെ. സോ യൂപോസ് മേടിച്ചോ? ഇല്ല, മേടിച്ചിട്ടില്ല. ഓൾറെഡി ഒരു ഏജന്റ് ആയിട്ടുണ്ട്, അത് ഞാൻ ചെക്ക് ചെയ്യാൻ റെഡി ആയി. ഇന്നത്തെ മീറ്റിംഗിന് ശേഷം ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, തിങ്കിങ് സ്റ്റേജിലുള്ളത് അല്ലേ? ഓക്കെ. ഇനി നിങ്ങൾ കുഴപ്പമില്ല. സോ സർ, ഇനി ഈ 54,000 ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ റിട്ടേൺ ഓൺ എക്സ്പെക്ടേഷൻ എത്രയാണ്? നമുക്ക് 30 ചെയ്യാം. 30 കിട്ടിയാൽ മതിയല്ലേ? മതി 30 മതി, ധാരാളം. ഹലോ, അതാരാ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഒരാളും കൂടി പറയുന്നുണ്ട്. 30 കൂട്ടാം. 30 കൂട്ടാം. ഓക്കെ. സോ ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി ബിസിനസിനെ കുറിച്ച് അറിയാം, യൂസർ ബെനിഫിറ്റ് ഒക്കെ അറിയാം. ഇങ്ങനെ ഈ ഒരു ഗ്ലോബൽ ഗാർഡനറിന്റെ ഫീഫോ പ്ലാനും ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്കും മൈ സർക്കിളും ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് എത്ര യൂസേഴ്സിനെ നിങ്ങൾക്ക് കസ്റ്റമർ ആയിട്ട് ഒരു മാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും? നമുക്ക് ഒരു മാസത്തിൽ 10 കസ്റ്റമർ. അപ്പൊ അതിനകത്ത് 10 കാണിക്കുന്നുണ്ട്. ഓക്കെ, 10 ചെയ്യാം. അത് നിങ്ങൾ നോക്കണ്ട. അത് അവിടെയുള്ള ടെൻഷൻ എടുക്കണ്ട, അത് ഞാൻ 0 ആക്കാം. ഓക്കെ, ഒരു പെർ മന്ത് നമുക്ക്, കാരണം എന്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒരു 10 കസ്റ്റമർ യൂസറെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. യൂസർ അല്ല, 10 യൂസേഴ്സ്. യൂസർ ഇവർ യൂപോസ് ഒന്നറിയാം, നിങ്ങൾക്ക് അറിയാം, ഗ്ലോബൽ ഗാർഡനറിൽ യൂസറായി വരുന്ന ആൾക്കാർക്ക് യൂപോസ് മേടിക്കേണ്ട മാൻഡേറ്ററി ഇല്ല. വെണ്ടറായി വരുന്നവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല, യൂസറായിട്ട് വരുന്നവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. ഓൺലി ലീഡർഷിപ്പ് ടീമിലേക്ക് കയറി വരുന്നവർക്ക് മാത്രമാണ്. ബിക്കോസ് ഈ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ പ്രോഡക്റ്റിനെ കുറിച്ചും? പിന്നെ അത് മാത്രമല്ല, ഇത് വലിയൊരു നല്ലൊരു സംഭവമാണ്. ഞാൻ ഈ കാൽക്കുലേഷൻ കാണിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ. സോ നിങ്ങൾ എന്താ ബിസിനസ് നിങ്ങളത്? എന്റേത് ഹോം അപ്ലയൻസസ് ആണ്. ഹോം അപ്ലയൻസ്. എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്? നമുക്ക് ഇവിടെ ഞാൻ 10 വർഷമായിട്ട് റൺ ചെയ്യുന്ന ഇതാണ് ഷോപ്പാണ്. അപ്പൊ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1,000 കസ്റ്റമേഴ്സ് ആൾറെഡി ഇവിടെ ഉണ്ട് സർ. ഓ മൈ ഗോഡ്. നല്ല, നിങ്ങൾ ഇതില് ഒരു യൂപോസിൽ മാത്രം നിങ്ങൾക്ക് നല്ല ഏൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നിന്ന് ഒരു 10 കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് ഓരോ മാസം ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നിങ്ങളെ യൂപോസിൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങളെ യൂപോസിൽ ഇപ്പം യൂഷ്വലി നിങ്ങളിപ്പോ ചാനൽ പാർട്ട്ണർ ആണ്. നിങ്ങൾ ആരോടെയും പോയിട്ട് യൂപോസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് ഇപ്പൊ ഒരു ACPയോട് നിങ്ങൾ സംസാരിച്ചാൽ അയാൾ പറയും, ആദ്യം തന്നെ പറയാം, നിങ്ങൾ യൂപോസ് വിൽക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് അവർ മനസ്സിൽ വരുന്ന ഒരു കാര്യം. ഇങ്ങനെ വരിക നമ്മൾ യൂപോസ് പുഷ് ചെയ്യാൻ നോക്കുന്നു, യൂപോസ് സെൽ ചെയ്യാൻ നോക്കുന്നു എന്ന് പറയുന്നു. അല്ലെ, പറയൂ. പക്ഷെ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എത്രയോ ബിസിനസ്മാൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ടൗണിൽ എത്രയോ ബിസിനസ്മാൻമാരുണ്ട്, നല്ല നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ബിസിനസ്മാൻമാരുണ്ട്. അവരോട് നിങ്ങൾ ആദ്യം പോയിട്ട് യൂപോസിനെ പറ്റി പറഞ്ഞപ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും, ബിക്കോസ് അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങളെ യൂപോസ്, ഇപ്പൊ നിങ്ങളാണ് എന്റെ ഫ്രണ്ട്, ഞാനാണ് ഈ ഉസ്മാൻ ഭായ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഓൾറെഡി യൂപോസ് ഉണ്ട്, ഞാൻ എന്റെ യൂപോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. പക്ഷെ നിങ്ങളെ കസ്റ്റമർ ആദ്യം ഒരു 3 മാസോ 5 മാസോ എത്ര വേണം നിങ്ങൾ എന്റെ യൂപോസിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് കാശ് കിട്ടുന്നതിൽ എനിക്കൊരു പെർസെന്റ് എനിക്ക് കിട്ടണം എന്ന് പറയാം. ഓൾറെഡി എന്റെ ഉസ്മാൻ ഏജന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഞാനത് കാണിച്ചുതരാം. സോ അത് അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര ഏജന്റ്, ഇത് നിങ്ങൾക്ക് 18 ഏജന്റ് വരെ കൊണ്ടുവരാം. ഓക്കെ, നിങ്ങളൊരു ഗോൾഡ് യൂപോസ് മേടിച്ചാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഏജൻസിലേക്ക് കൊടുക്കാം ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, സോ ഇപ്പം പറയൂ, ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഏജൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും?
നമുക്ക് ഏജന്റുമാരാണെങ്കിൽ ട്രയൽ റൺ എത്രയാണ്? നമുക്കൊരു 5 ഏജന്റിനെ കൊണ്ടുവരാം. ഓക്കെ, അത് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ അതും സീറോ ചെയ്യാം. നോ ഓപ്ഷൻ, കമ്പൽസറി ഇല്ല. അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, കൊടുക്കണ്ട. പക്ഷെ ഒരു കാര്യം ഞാൻ ഇവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നു, നിങ്ങൾ ഏജന്റായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യുപോസ് മേടിക്കുമ്പോൾ സെയിം നമ്പറിൽ മേടിക്കാൻ പറ്റൂല. അത് നമ്പർ മാറണം. ബിക്കോസ് ഓൾറെഡി ഏജന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സിസ്റ്റത്തിലേക്ക് കയറും, പെർസെന്റേജും ക്യാഷ് ബാക്കും ഒക്കെ ഡിസൈഡ് ആവും. സോ അതിനെ കൊണ്ട് നിങ്ങൾ ഏജന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് നിങ്ങളെ നമ്പറിൽ, നിങ്ങൾ ഇപ്പൊ CP ആണെങ്കിൽ നിങ്ങളെ നമ്പറിൽ ഏജന്റ് ആയി രജിസ്റ്റർ ചെയ്യേണ്ട നിങ്ങളുടെ വൈഫിന്റെ നമ്പറിലും അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ബിക്കോസ് ഒരിക്കൽ ഏജന്റ് ആയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ യുപോസ് സെയിം നമ്പറിൽ യുപോസ് മേടിക്കാൻ പറ്റൂല. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ഏജന്റ് ആയിട്ട് എന്നെ ചെയ്യിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഇനി അടുത്ത യുപോസ് മേടിക്കുമ്പോൾ വൈഫിന്റെ പേരിൽ മേടിക്കാം, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. സോ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ എത്ര ഏജൻസി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും? നമുക്കൊരു 5 ഏജന്റ് ഇടാം. 5 വെക്കാം അല്ലെ? ഓക്കെ, നോ പ്രോബ്ലം. ഇനി ഇപ്പൊ ഈ 5 ഏജൻസ് ഓരോ മാസം ഒരു എക്സാമ്പിൾ എടുക്കാം, എത്ര കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും? നിങ്ങളെ പോലെ നിങ്ങൾ 10 പേരെ കൊണ്ടുവരുന്നു, 5 ഏജൻസ് എത്ര ഒരു കൊണ്ടുവരാൻ പറ്റുന്ന ആളായിരിക്കും? ഈ 5 ഒരാൾ ഒരു 5 കസ്റ്റമേഴ്സിന് പെർ മന്ത് കൊണ്ടുവരുന്നൊക്കെ നമുക്ക്. എക്സലന്റ്. സോ 5 പേരെ കൊണ്ടുവരാൻ പറ്റുന്നു. ഓക്കെ, സോ ഇനി നിങ്ങളെ ഏജൻസിന്റെ അടുത്ത് ഞാനിവിടെ 50% ആണ് ഞാൻ സാധാരണ മേടിക്കില്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ മേടിക്കാം, നിങ്ങൾക്ക് അത് 30 ആക്കാം, 20 ആക്കാം. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളാണ്, നിങ്ങളെ ഏജന്റ് 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. സോ അത് ഓട്ടോമാറ്റിക്കലി എത്രയാ വേണ്ട അത് പറഞ്ഞാൽ അത്ര ഫിക്സ് ചെയ്യാം. ഇത് നമ്മൾ ഏജന്റിന് കമ്മീഷൻ കൊടുക്കുകയാണോ അതോ ഏജന്റ് നമുക്ക് കമ്മീഷൻ തരാണോ ഇവിടെ? ഓക്കെ, ഇത് നിങ്ങളുടെ യുപോസിൽ നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻ ഉണ്ട്, ഏജന്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അയാള് ട്രേഡ് ചെയ്തിട്ട് അയാൾക്ക് എത്ര കമ്മീഷൻ കിട്ടുന്നു, അയാളെ കസ്റ്റമറിൽ എത്ര കമ്മീഷൻ കിട്ടുന്നു, അത് ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾ യുപോസ് ഓണറിലേക്ക് മാറും. ഇവിടെ എത്ര ഫിക്സ് ചെയ്യുന്നോ അത് മാറും. അത് ഏജന്റ് തരുന്നതോ അത് കമ്പ്യൂട്ടറിനെ എല്ലാം ഫിക്സ് ചെയ്യും. നിങ്ങൾ ഏജന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ പെർസെന്റേജ് കൊടുക്കണം. സോ ആ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. സോ നിങ്ങൾക്ക് ഇനി അത് എത്ര വേണമെങ്കിൽ കൊടുക്കാം, 10% കൊടുക്കാം, 30% കൊടുക്കാം, 50% കൊടുക്കാം, ഇല്ല 100% കൊടുക്കാം. ഏജന്റ് ചെയ്യുന്ന ബിസിനസ് 50 കൊടുക്കാം. ഓക്കെ, സോ 50 തന്നെ കൊടുക്കാം. സോ ഇനി ഇപ്പൊ ഏജന്റ് ചെയ്യുന്ന എല്ലാ ബിസിനസിന്റെ 50% കമ്മീഷൻ വിൽ കം ടു യുപോസ് ഓണർ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇതുവരെ ക്ലിയർ അല്ലേ? ഇത് ഈ സെക്ഷൻ ക്ലിയർ ആയല്ലോ? ഇത് നിങ്ങൾ ഒരു മാസത്തിൽ നേരിട്ട് കൊണ്ടുവരുന്ന 5 പേർക്ക് ഏജന്റ് ആയി കൊടുത്തിട്ടുണ്ട്. മാസത്തിൽ 5 ഏജന്റ്സിന് 5 ഏജന്റുമാരും ഓരോ 5 കസ്റ്റമർ വെച്ച് മാസത്തിലേക്ക് കൊണ്ടുവരുന്നു. കമ്മീഷൻ 50% കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. യുപോസ് ഓണറിന് കിട്ടുന്നു, കൊടുക്കുന്നതല്ല, ഇങ്ങോട്ട് കിട്ടുന്നതാ. ക്ലിയർ അല്ലേ? സോ ഇനി ഇപ്പം ടോട്ടൽ കസ്റ്റമർ നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു മാസത്തിൽ വരുന്ന കസ്റ്റമർ, ഒരു ഏജന്റും നിങ്ങളതും ടോട്ടൽ കസ്റ്റമർ 35 കസ്റ്റമർ. ഒരു മാസത്തിൽ 35 കസ്റ്റമർ. ഓക്കെ, യെസ്, ഇത് നിങ്ങളുടെ 10 കസ്റ്റമേഴ്സും 25 കസ്റ്റമർ ഏജന്റ് എടുത്തും. സോ 35 കസ്റ്റമർ ആയി. സോ സെൽഫ് കസ്റ്റമർ നിങ്ങളെ ഒരു കൊല്ലത്തേക്കുള്ള കസ്റ്റമർ ആണ് 120. ഓക്കെ, ഇതേപോലെ 25 into 12 പ്ലസ് നിങ്ങളെ 120 ഓൾ പുട്ട് ടുഗദർ 300 കസ്റ്റമർ ഒരു കൊല്ലത്തേക്ക് വരുന്നു. ഏജന്റ് വരും, ഏജന്റ് മാറതും നിങ്ങളതും രണ്ടും ടോട്ടൽ ചെയ്താൽ ഈ 300 കസ്റ്റമർ വരുന്നു. ഓക്കെ, ക്ലിയർ? ക്ലിയർ. ഓക്കെ, ഇത് ഏത് ബിസിനസ് എടുത്താലും ചെയ്തപ്പോൾ തന്നെ ഒറ്റ മാസം തന്നെ ബിസിനസ് നല്ലോണം പോകുന്നെന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കസ്റ്റമറിനെ ആഡ് ചെയ്ത് സർവീസ് കിട്ടിക്കൊണ്ട് 5-3-4 മാസം കൊണ്ട്, അതല്ല നമ്മൾ ഏത് ബിസിനസ്സിലും ഒരു 6 months to 1 year ബ്രേക്ക് ഈവൻ ടൈം എടുക്കും. ഓക്കെ, ഈ യുപോസിനും ഒരു 1 yearന്റെ ഒരു ബ്രേക്ക് ഈവൻ ടൈം വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ പറയുന്ന എല്ലാ കാൽക്കുലേഷനും ഒരു 1 yearന്റെ ഒരു കാൽക്കുലേഷൻ ആണ് ഞാൻ കാണിക്കുന്നത്. ഒരു എന്താ പറഞ്ഞ 12 monthsന്റെ ഒരു കാൽക്കുലേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ കാണുന്ന കുറെ സെഗ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക്, ലൈറ്റ് ബിൽ, ഗ്രോസറി, ക്ലോത്തിങ്, ഇങ്ങനെ പറഞ്ഞ കുറെ സെഗ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, ഈ സെഗ്മെന്റ് ഈ ഗ്ലോബൽ ഗാർഡനിലെ ഏറ്റവും കുറഞ്ഞ കമ്മീഷൻ കിട്ടുന്ന സെഗ്മെന്റ്സ് ആണിത്. ഓക്കെ, ഏറ്റവും കുറവ് കിട്ടുന്ന സെഗ്മെന്റ് ആണിത്. സോ 2% to 0.3%, ഇവിടെ 4%-ഉം 12%-ഉം കിട്ടുന്ന സെഗ്മെന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലിവൈസ് എന്ന് പറഞ്ഞൊരു ജീൻസിന്റെ ബ്രാൻഡ് നിങ്ങൾക്കറിയാം, ലിവൈസ്. ഓക്കെ, ആ ലിവൈസിന്റെ പ്രോഡക്റ്റിന്റെ കൂപ്പൺ വോച്ചർ നിങ്ങൾ കൊടുത്താൽ 4% നിങ്ങൾക്ക് ഫ്ലാറ്റ് കമ്മീഷൻ കിട്ടും. 4%. നിങ്ങൾ ഇനി ആരോന്റെ മാതിരിയുള്ള ബ്രാൻഡ് കൊടുത്താൽ 8% വരെ കമ്മീഷൻ കിട്ടും. ഓക്കെ, പക്ഷെ ഞാൻ 4%-ഓ 8%-ഓ കൊടുക്കുന്നില്ല. ഞാൻ ചെറിയ ഏറ്റവും കുറഞ്ഞ കമ്മീഷൻ കിട്ടുന്ന ഇതാണ്
ആണ് വെച്ചിട്ടുള്ളത്. 0.30. ഓക്കെ. ഏറ്റവും കുറവ് കിട്ടുന്നത്. പിന്നെ നെസസിറ്റി ആയിട്ടുള്ള ഇത് കാണുന്നത് നിങ്ങൾ ഒരു എക്സ്പെൻസ് ഓഫ് ഫാമിലി ഓഫ് 4 to 5 മെമ്പേഴ്സിന്റെ ഒരു എക്സ്പെൻസ് ആണ് ഇവിടെ കാണുന്നത്. ഒരു കൊല്ലത്തേക്ക് വരുന്ന എക്സ്പെൻസ് ആണ് കാണുന്നത്. ഇത് നമ്പർ ഓഫ് പെർസെന്റ്സ്. എന്നാൽ നിങ്ങൾ ഈ 300 കസ്റ്റമറിൽ 300 മേടിച്ചാൽ 100 ആയി. ഇത് വേണമെങ്കിൽ ഇത് രണ്ടും നമുക്ക് കുറക്കാം. ഇനി നിങ്ങൾ എത്ര ഇൻപുട്ട് പറയുന്നു ആ ഇൻപുട്ട് ഞാൻ ഇനി ഇവിടെ കൊടുക്കാൻ പോകുന്നു. ഓക്കെ, ഇനി എന്റെ ചോദ്യം തുടങ്ങി. ലൈറ്റ് ബിൽ, മൊബൈൽ ബിൽ, വാട്ടർ, DTH റീചാർജ്, അമേസോൺ പ്രൈം, ഇങ്ങനെ പറഞ്ഞ യൂട്ടിലിറ്റി ബിൽ ഒരു മാസത്തിൽ എത്ര വരും എക്സ്പെൻസ്? ലൈറ്റ് എല്ലാം കൂടി ഒരു 5,000 ഉണ്ടാവും. 5,000 ഉണ്ടാവുക ഒരു മാസത്തിൽ. ഓക്കെ, 60,000 തന്നെ ആയി. സോ 60,000 തന്നെ വെച്ചിട്ടുണ്ട്. സോ ഇത് എല്ലാവരും ചെയ്യേണ്ടതാണ്. ബിക്കോസ് സോ ഇറ്റ്സ് എ മാൻഡേറ്ററി എക്സ്പെൻസ് അല്ലേ. കറണ്ട് ബില്ലോ മൊബൈൽ റീചാർജ് ലക്ഷറി അല്ല. സോ 100 തന്നെ വെച്ചിരിക്കുന്നു. സോ ഗ്രോസറി ഈ മാസത്തിൽ വീട്ടിലേക്ക് അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, ഇങ്ങനെ പച്ചക്കറി, ഫ്രൂട്ട്സ്, ഇങ്ങനെ ഗ്രോസറി മേടിക്കുമല്ലോ, അത് എത്ര വരും ഒരു മാസം? ഒരു മാസത്തിൽ ഒരു 10,000 ആവറേജ്. 1,20,000 തന്നെ. ഞാൻ അതാണ് വെച്ചിട്ടുള്ള. ഇവിടെ കുറക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പറയണമെന്നില്ല. കാരണം ഈ ഒരു റേഞ്ചിലുള്ള കസ്റ്റമേഴ്സ് വേണം എന്തായാലും. ഓക്കെ, ഇനി ക്ലോത്തിങ് എത്ര വേണം ഒരു കൊല്ലത്തേക്കുള്ള ചെലവ്? ഒരു ഓണം വരുന്നു, വിഷു വരുന്നു, റംസാൻ വരുന്നു, ഇങ്ങനെ 4-5 ഇതുള്ളതാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു 2 പർച്ചേസ് നടത്തിയാൽ തന്നെ, ഒരു ടീം 2 പർച്ചേസ് നടത്തിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഏറ്റവും മിനിമം 5,000 രൂപ. ഓക്കെ, സോ 50 തന്നെ ഉണ്ടാവും. സോ 60 തന്നെ വരുന്നു. അത് തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്. 3% 60,000 ഒരു കൊല്ലത്തേക്ക് പെർ മന്ത് ഇല്ലട്ടോ സർ. നമ്മൾ ഒരു 1 ഇയർ അല്ലേ ഇവിടെ ഇട്ടിട്ടുള്ളത്? അതെ, 1 ഇയർ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പം അത് ഇതിന്റെ പകുതി ഇടാം. ഇത്ര അധികം എമൗണ്ട് സ്പെൻഡ് ചെയ്യില്ല. എന്നാ 30 ഇടാം അല്ലേ? മതി 30 ഇട്ട്. നോ പ്രോബ്ലം. നിങ്ങൾ എന്ത് പറയുന്നത് ഇടും. ഇനി ഇൻഷുറൻസ്. ഇനി ഇൻഷുറൻസിന്റെ ടാക്സ് സ്ലാബ്. നിങ്ങൾ ടാക്സ് പെയർ ആണെങ്കിൽ നിങ്ങൾ ടാക്സ് സ്ലാബിന് മിനിമം പേയ്മെന്റ് 1,50,000 rupees അല്ലെ? ATG ആ ടാക്സിൽ വരണം, ആ സ്ലാബിൽ വരണമെന്നുണ്ടെങ്കിൽ 1,50,000 മാൻഡേറ്ററി ആണ്. ഓക്കെ, ഇനി ഇത് 1,50,000 വേണോ, കുറക്കണോ, എത്രയാ വേണ്ട അറിയും? അല്ല, ഇൻഷുറൻസ് എത്ര അധികം നമുക്ക് ഈ ഒരു റേഞ്ചിലുള്ള കസ്റ്റമേഴ്സ് ഇത്ര അധികം ഇൻഷുറൻസ് ഉണ്ടാവില്ല. എത്രയാ നിങ്ങൾ പറഞ്ഞു ഞാൻ ഇട്ടോളാം. ഇൻഷുറൻസ് ഇതൊരു 50 ഇട്ടോളൂ. 50,000. ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ എത്ര പറഞ്ഞാൽ ഞാൻ ഇടാം, കുഴപ്പമില്ല. ഇതാ, ഇനി നിങ്ങൾക്ക് ഇനി ഹൗസിംഗ് ലോൺ കൊടുക്കുക, പേഴ്സണൽ ലോൺ കൊടുക്കുക, വെഹിക്കൽ ലോൺ കൊടുക്കുക, എന്തും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഞാൻ 30 lakh ഇട്ടിട്ടുണ്ട്. 50% കസ്റ്റമർ മേടിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞാൽ ഇത് കുറക്കാം, വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ 1 ആക്കാം, 10% ആക്കാം, എത്ര വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ഈ 300 കസ്റ്റമറിൽ ചിലപ്പോൾ ഒരു 10% പേര് ഇൻഷുറൻസ് ലോൺ മേടിക്കും വിചാരിക്കുന്നു. ഇപ്പൊ നമ്മള് ലോൺ മേടിക്കാൻ ആ ഒരു വർഷം നമ്മള് ഓക്കെ ഒറ്റയടിക്ക് വരുന്ന എമൗണ്ട് ആണല്ലോ അല്ലെ? അത് വേണമെങ്കിൽ കുറക്കാം. അല്ല, ഇനി അത് ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ 5% ആക്കാം, 1% ആക്കാം, എത്ര വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ പറഞ്ഞു ഏറ്റവും കുറഞ്ഞ കിട്ടുള്ളൂ. ഏറ്റവും കുറഞ്ഞ 0 ആക്കാം. ഇനിഷ്യലി അല്ല, കുഴപ്പമില്ല. ഇനിഷ്യലി നിങ്ങൾ ഒരു ലോണും കൊടുക്കുന്നില്ല, ആരും നിങ്ങളുടെ അടുത്ത് ലോൺ മേടിക്കുന്നില്ല എന്നേ വെക്കാം. ഓക്കെ, സോ ഈ ഫ്ലൈറ്റിന് ഞാൻ 3,000 പെർ മന്ത് വെച്ചിട്ടുണ്ട്. ഒരു കൊല്ലത്തേക്കുള്ള എക്സ്പെൻസ് ആണ് പറഞ്ഞ ഫ്ലൈറ്റ് ടിക്കറ്റ്സിന്റെ. ഇത് എത്ര വരും? അതൊരു നമുക്കൊരു 10% കസ്റ്റമേഴ്സിന് കൊടുക്കാം. എല്ലാവരും അങ്ങനെ പോവില്ല. ഫ്ലൈറ്റ് ഓക്കെ അല്ല, 10%. ശരി, നോ പ്രോബ്ലം. നിങ്ങൾ പറഞ്ഞ ഞാൻ ചെയ്തോ. ഓക്കെ, സോ ഇതിനി ട്രാവൽ ആൻഡ് ഫുഡ്. ഓക്കെ, നിങ്ങളൊരു വെക്കേഷൻ പോകുന്ന ഒരു കൊല്ലത്തിൽ ഒരു വെക്കേഷൻ എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോ കൊറോണ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഫുഡ്, റെസ്റ്റോറന്റിൽ പോകുന്നു, ഹോട്ടൽ ബിൽ പേ ചെയ്യുന്നു, ഇതൊക്കെ ഹോട്ടൽ നിങ്ങൾ booking.com ഇല്ലെങ്കിൽ ക്ലിയർ മൈ ട്രിപ്പ് ഇങ്ങനെ പോയിട്ട് ലോഡ്ജസ് ബുക്ക് ചെയ്യുന്നു. അങ്ങനെ ഞാൻ 50,000 ഇട്ടിട്ടുണ്ട്. ഇത് എന്തായാലും അതിൽ കൂടും. പക്ഷെ നിങ്ങൾ പറയൂ എത്ര കൊടുക്കണം, എത്ര വേണം. എമൗണ്ട് ഇത് ഇരുന്നോട്ടെ, 50,000 ഇരുന്നോട്ടെ. ഇത് 100% കസ്റ്റമർ പോയില്ല, ഒരു 70% ഒക്കെ പോകുള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം. ഇനി ഇലക്ട്രോണിക്സ്, മോട്ടോഴ്സ്, മെഡിക്കൽ ആൻഡ് അതർ എക്സ്പെൻസസ് 1 lakh വെച്ചിട്ടുണ്ട്. ഇത് വേണോ, കുറക്കണോ? അതൊരു 50 ഇട്ടോളൂ. 50,000. ഒരു മിനിറ്റ്. ഇലക്ട്രോണിക്സ്, മോട്ടോർ, സർവീസ്, മറ്റു സാധനങ്ങൾ, മെഡിക്കൽ ഉണ്ട്. മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം 5,000 കാണാം. ഡയബറ്റീസും ബ്ലഡ് പ്രഷറുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ മാസത്തിൽ ഒരു
500 മുതൽ 1000 വരെയുള്ള മെഡിസിൻ മേടിക്കണം അല്ലെ? മാൻഡേറ്ററി മെഡിസിൻസ് ആണ് മേടിക്കുന്നത്. സ്റ്റിൽ 60 നിങ്ങൾ പറഞ്ഞു 60 ഇട്ടിട്ടുണ്ട്. 60 ഇട്ട് കൊടുക്കുക. അത് ഇതൊരു ഇത്ര 100% കസ്റ്റമർ കൊടുക്കണ്ട. എത്രയുണ്ട്? 70 ഒക്കെ കൊടുത്താൽ മതി. നോ പ്രോബ്ലം. ഓക്കെ, സോ ഇനി റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് മേടിക്കാം, പ്ലോട്ട് മേടിക്കാം, ഫ്ലാറ്റ് മേടിക്കാം, വില്ലാസ് മേടിക്കാം. ഇങ്ങനെ 30 lakhന്റെ ഒരു ബഡ്ജറ്റ് ആണ് വെച്ചിട്ടുള്ളത്. 50 കസ്റ്റമേഴ്സ് വെച്ചിട്ടുണ്ട്. ഇത് കൂട്ടണോ കുറക്കണം? ഒരു 10% കസ്റ്റമർ ഇട്ട് മതി ഇപ്പോഴത്തെ കണ്ടീഷൻ അല്ലേ? 5 ഇതാണ്. നിങ്ങൾ 10 പറഞ്ഞാൽ 5 ഇട്ടു. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, പിന്നെ അതിനൊരു 20 lakh ആയി മാറ്റാം. 2000, 20,000, 2 lakh, 20 lakh. കറക്റ്റ് അല്ലേ? 20 lakh. സോ 5% കസ്റ്റമേഴ്സ് വെച്ചിട്ടുള്ളൂ. ഇനിയും കുറക്കാം. 1% കസ്റ്റമർ മാത്രം വെക്കാം. ഒറ്റ സൈറ്റ് മാത്രം, ഒരു പ്രോപ്പർട്ടി മാത്രം വിൽക്കുന്നു. ഒരു പ്രോപ്പർട്ടി മാത്രം നമ്മൾ സെല് ചെയ്തു. അത്രയേ ഉള്ളൂ. ഒറ്റ കസ്റ്റമർ. ഇത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇൻപുട്ട് ആണ്. ഞാൻ ഈ ഇൻപുട്ട് കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞതാണ് ഇതും. സോ ഇപ്പം നിങ്ങളെ ഇൻകം, ടോട്ടൽ ഇൻകം ഇസ് 5,762 ഇസ് യുവർ ഇൻകം. കമ്മീഷൻ കിട്ടുന്നത്. ഓക്കെ, ഈ സെഗ്മെന്റിൽ കിട്ടുന്ന കമ്മീഷൻ. ഇനി നോക്കാം നിങ്ങളെ യുപോസ് എത്ര കിട്ടി, ഒരു കൊല്ലത്തേക്ക് എത്ര കിട്ടി. സോ നിങ്ങളെ യുപോസ് ഓണറിന്റെ കമ്മീഷൻ ആണ് 7,35,000 rupees. ഓണറിന്റെ കമ്മീഷൻ നിങ്ങളെ യുപോസ് നിങ്ങളെ കമ്മീഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ ഇത്ര 300 കസ്റ്റമേഴ്സിനെ വെച്ച് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ട്രേഡ് ആയപ്പോൾ നിങ്ങളെ ടോട്ടൽ ഇൻകം ആണ് 7,35,000 rupees ഇസ് യുവർ ഇൻകം. നിങ്ങൾ പറഞ്ഞ എത്രയാ? 16,000 കിട്ടിയാൽ മതിയെന്ന് അല്ലേ? അല്ല, ഇത് ഭയങ്കര വലിയൊരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണല്ലോ കാണിക്കുന്നത്. കണക്ക് കറക്റ്റ് ആണ്. എക്സലിൽ ഇട്ട് കഴിഞ്ഞാൽ കണക്ക് കറക്റ്റ് ആവും. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഇപ്പൊ ഞാനിതാ നിങ്ങൾ യൂജ് എന്ന് പറഞ്ഞ ഈ 30 lakh 0 ആക്കിയിട്ടുണ്ട്. ശരി, നിങ്ങൾ പറഞ്ഞു ഇനി ലോണും ഇതും 0 ആക്കാം, റിയൽ എസ്റ്റേറ്റും 0 ആക്കി. ഓക്കെ, ഇത് രണ്ടും 0 ആക്കി. ഇതല്ലേ ഏറ്റവും വലിയ എമൗണ്ട് ഉള്ളൂ. ഇത് 0, ഇത് 0. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ 0 കാണാത്താണ് പ്രശ്നം. അതും 0 ആക്കി തരാം. 0 വലിയ എമൗണ്ട് എല്ലാം 0 ആക്കി. ഇവിടെ 0 ആക്കി. ഇത് 0 തന്നെ ഡിഫോൾട്ട് ആയി 0 പോകും. സോ ടോട്ടൽ ഇൻകം നിങ്ങളെ യുപോസ് ഓണറിന്റെ ഇൻകം ആണ് 6,95,000 rupees. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് 10 times GG കോയിൻസും കിട്ടുന്ന 69 lakh GG കോയിൻസ് കിട്ടി. ഓക്കെ, ഇനി ഒരു യുപോസ് ഏജന്റിന്റെ ഇൻകം ആണ് 1,73,000. നിങ്ങളെ ഒരു യുപോസ്, നിങ്ങൾ 5 യുപോസ് ഏജന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. 5 യുപോസ് ഏജന്റ് വെച്ചിട്ട് നിങ്ങൾ ഒരു യുപോസ് ഏജന്റിന്റെ കമ്മീഷൻ ആണ് 1,73,000 rupees. ഈ 5 ഏജന്റിന് കിട്ടിയ കമ്മീഷൻ ആണ് 8 lakh. ഈ 5 ടോട്ടൽ. ഓക്കെ, ഇനി പറയൂ, ഇയാൾ ഇനി നിങ്ങളെ ഏജന്റ് ആയിട്ട് ഉണ്ടാവോ അല്ലെങ്കിൽ നിങ്ങളെ അയാൾ സ്വന്തമായിട്ട് യൂപോസ് മേടിക്കോ? അയാൾ സ്വന്തമായിട്ട് യൂപോസ് മേടിക്കും. ഈ പറഞ്ഞ സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ ഇത് ഞാൻ പറയുന്ന സാധനം ഇതൊക്കെ ഇതിലുള്ളതാ. ഇതില് ഇല്ലാത്തൊന്നല്ല. ഈ കാൽക്കുലേഷൻ ഇതിൽ നടക്കൂല എന്ന് തോന്നുന്നത് ഏതാണ്? അത് മാറ്റി തരാന്നാ പറഞ്ഞത്. അത് വേണം മാറ്റാം. ഓക്കെ, ശരി, ഞാൻ ഇവിടെ നിർത്തുന്നില്ല. ഇനിയും നിന്നിട്ടില്ല. ഇവിടെ ഇനി ഈ 300 കസ്റ്റമറും നിങ്ങൾ ഈ 10 കസ്റ്റമറും നിങ്ങളെ റെഫറലിലേക്കാണ് കയറ്റുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ഗ്ലോബൽ കാർണറിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു റെഫറലിനെ കൊണ്ടുവന്നാൽ അയാൾ നാളെ എത്ര ക്യാഷ് ബാക്ക് മേടിക്കുന്നു അതിന്റെ 10% നിങ്ങൾക്ക് കിട്ടും. ഒരാൾക്ക് മാത്രമേ കിട്ടൂ. ഓക്കെ, ഉസ്മാൻ ഭായ് നിങ്ങൾ എന്നെ റെക്കമെൻഡ് ചെയ്തു. ഞാൻ മൈസൂരാണ് ഉള്ളത്. ഞാൻ മൈസൂരിൽ ഷോപ്പ് ചെയ്തു. എനിക്ക് ഒരു 10,000 ക്യാഷ് ബാക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് 10% നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ബിക്കോസ് നിങ്ങൾ എന്നെ റെഫർ ചെയ്തുകൊണ്ട്, ഒരിക്കലും മാത്രം എന്നെ റെഫർ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. ഇനി അതുപോലെ നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ കസ്റ്റമറും നിങ്ങൾ റെഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ് അല്ലേ? അതെ. ഇനി ഈ കസ്റ്റമറിനും ഇതൊക്കെ മേടിക്കുമ്പോൾ കസ്റ്റമറിനും ക്യാഷ് ബാക്ക് കിട്ടണമല്ലോ. അതല്ലേ അതിന്റെ ഒരു മര്യാദ അല്ലെ? ജിജിന്റെ ഒരു മര്യാദ അതല്ലേ? കിട്ടണം. ഓക്കെ, അങ്ങനെ 2 ഇത് മാത്രമേ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളൂ. ഒന്ന് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്കും മൈ സർക്കിളും. 2 ടൈപ്പ് ക്യാഷ് ബാക്ക് മാത്രമേ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ഇവിടെ. ഓക്കെ, ഞാൻ പറയുന്നു നിങ്ങളെ കസ്റ്റമറിൽ 90% കസ്റ്റമർ പോകുന്നത് വെറും ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്കില്. അതിലും നമ്മള് മിനിമം 2% എന്തായാലും കിട്ടും. പക്ഷെ 10% വരെ കിട്ടുന്ന കമ്മീഷൻ ഉണ്ട്. പക്ഷെ ഞാൻ അതിന് ഒരു 3% വെച്ചിട്ടാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളെ 90% കസ്റ്റമേഴ്സ് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്കിൽ വരുമ്പോൾ നിങ്ങളുടെ റെഫറൽ കമ്മീഷൻ മാത്രം
1,10,000 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്നിട്ടില്ല. ഇനി ഈ 10% ആൾക്കാർ മൈ സർക്കിളിലേക്ക് കയറി. ഇനി മൈ സർക്കിളിൽ കയറി ഇനി ആ ഒരു 1 crore പറ്റി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ 12 crore ആണ് നിങ്ങളെ ഇൻകം. ഓക്കെ, സോ റെഫറൽ, ദാറ്റ് ഇസ് റെഫറൽ ഇൻകം. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ഇത് ഇനി അന്നേരം ടോട്ടൽ നിങ്ങളെ ഇൻകം ആണ്. ദിസ് ഇസ് യുവർ ഇൻകം. ഓക്കെ, അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ റെഫറൽ 0 ആക്കാം. സോ വന്ന നിങ്ങളെ എല്ലാ കസ്റ്റമേഴ്സും ദേ ആർ ഗോയിങ് ഇൻ ടു ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓൺലി. ഈ വന്ന ആൾക്കാർ മുഴുവൻ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്കിലാണ് പോകുന്നത്. അത് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് 1 crore 20 lakhs. സോറി, ഓക്കെ, 1 crore 20 lakh. ഇവിടെ അത് ഞാൻ ഇപ്പൊ 0 ആക്കി. ഇവിടെ 0 ആയി. എല്ലാ 100% കസ്റ്റമേഴ്സ് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്കിൽ പോയി. സ്റ്റിൽ യുവർ ഇൻകം ഇസ്, ദിസ് ഇസ് യുവർ ഇൻകം. ഓക്കെ, ഇത് റെഫറൽ കമ്മീഷൻ മാത്രം. ഇത് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്കിന്റെ ഇൻകം ആണ് 1,22,000. ഇനി ടോട്ടൽ കമ്മീഷൻ നിങ്ങളതും നിങ്ങളെ ഏജന്റിന്റെ 50% കമ്മീഷനും ഈ 50% നിങ്ങൾക്ക് കിട്ടണല്ലോ. ഒരു ഏജന്റിന് നിങ്ങൾക്ക് കിട്ടേണ്ട കാശ് കിട്ടണല്ലോ. ആ 50%ഉം ഈ ടോട്ടൽ ഇൻകം ആണ് 16,86,000 ഈസ് യുവർ ഇൻകം. ഓക്കെ, സോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ കിട്ടാത്ത സംഭവമാണിത്. ഓക്കെ, എനിക്കറിയാം ഈ ബുദ്ധിമുട്ട് ഡൗട്ടും ഉണ്ടാവും. അത് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ യൂഷ്വലി കുറെ നെഗറ്റീവ് അല്ലേ, അത് നമുക്ക് നെഗറ്റീവായി നോക്കാം. ഓക്കെ, ഇനി ഒരു ഏജന്റും ഇല്ല. ഓക്കെ, ഒരു ഏജന്റും വേണ്ട. സോ ഏജന്റ്സ് ആരെയും കൊണ്ടുവരുന്നില്ല, 0. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾ ഒരു മാസത്തിലേക്ക് 10 പേരെ 5 പേരെ വെച്ചിട്ട് കൊണ്ടുവരൂടെ? പറ്റൂടെ? ഓക്കെ, അത്രയേ കൊണ്ടുവരുന്നുള്ളൂ. 60 കസ്റ്റമേഴ്സ് മാത്രമേ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തുടങ്ങി. സോ 60 കസ്റ്റമർ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, യൂട്ടിലിറ്റി ബില്ല് എന്തായാലും അടക്കൂല എല്ലാരും. വാട്ടർ അത് വേണം അല്ലെ? ഇതിനി ഞാൻ നിങ്ങൾ 5,000 പറഞ്ഞു, ഞാൻ 3,000 വെച്ച് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇത് കുറച്ചു 3,000 into 36,000 ആക്കി മാറ്റി. ക്ലിയർ? 36,000 മാസത്തിലേക്ക് 3,000 മാത്രം വെച്ചിട്ട് ഇലക്ട്രിസിറ്റി, മൊബൈൽ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മേന്റെ മൊബൈൽ ചെയ്താൽ തന്നെ 2,000 വേണം ഒരു മാസത്തിൽ. ഓക്കെ, പക്ഷെ സ്റ്റിൽ ഞാൻ കുറച്ചു 3,000 വെച്ചു. ഗ്രോസറി നിങ്ങൾ പറഞ്ഞത് 10 വെച്ചിട്ടുണ്ട്. ശരി, അത് വേണമെങ്കിൽ ഇനിയും കുറക്കാം. 60 ഞാൻ അത് ഇനിയും കുറക്കാം. ഒരു 5,000 വെച്ചിട്ട് 60,000 മാറ്റാം. ഓക്കെ, 5,000 മാസത്തിൽ 5,000 മാത്രം ചെലവാക്കുന്നു. തുണിക്ക് നിങ്ങൾ പറഞ്ഞ ഇത്ര എന്തായാലും വേണം അല്ലെ? പോട്ടെ, അതിലൊരു കാര്യം ചെയ്യാം. ഞാൻ 50% ആള് മാത്രമാണ്. അതൊരു കാര്യം ചെയ്യാം. നമുക്ക് നിങ്ങളെ ഈ ആൾക്കാരിൽ 50% ആൾക്കാർ മാത്രമേ മേടിക്കുന്നുള്ളൂ. ഇനി 50% ആൾക്കാർ ഒന്നും മേടിക്കുന്നില്ല, തുണിയും മേടിക്കില്ല. ഓക്കെ സർ, ഞാൻ മ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇൻഷുറൻസ്. ശരി, നിങ്ങൾ പറഞ്ഞു 50,000, ജസ്റ്റ് 30% പേര് മാത്രം ഇൻഷുറൻസ് പേ ചെയ്യുന്നു. ഓക്കെ, അതും കുറച്ച്. ലോൺ 0 ആക്കാം, ഫ്ലൈറ്റും 0 ആക്കി, വേണമെങ്കിൽ ഇതാ ഇൻഷുറൻസ് 0 ആക്കാം. പോട്ടെ, ഇനി നിങ്ങൾ ഇതാക്കണ്ട. ഇതാ അതും 0 ആക്കി. ഇലക്ട്രോണിക്സും ഒന്നും മേടിക്കുന്നില്ല, 0 ആക്കി. ഇനി ട്രാവലും ഫുഡും കൊറോണ പീരീഡ് ആയോ, അതും 0 ആക്കി. അതൊക്കെ ഇപ്പൊ കൊറോണ പീരീഡ് ആണ്, ഒന്നും ഉണ്ടാവില്ല, ഒക്കെ 0 ആക്കി. ശരി, ചെയ്ത് നിങ്ങൾ പറയുന്ന മുമ്പേ ചെയ്ത് ഞാൻ. ഇതൊരു കൊറോണ ലൈഫാണ്. വിഷമിക്കണ്ടാക്കി. സ്റ്റിൽ നിങ്ങളുടെ ഇൻകം ആണ് 51,480. വെറും ഇവിടെ 2 സെഗ്മെന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ലൈറ്റിംഗ്, പിന്നെ യൂട്ടിലിറ്റി ബില്ലും ഗ്രോസറിയും ക്ലോത്തിങ്ങിന്റെ 50% ആൾക്കാർ ഒരു 3,000 വെച്ച് ക്ലോത്ത് മേടിക്കുന്നു. 30,000 ഷോപ്പിംഗ് ചെയ്യുന്നു. ഇത് ഏറ്റവും ബേസിക് വെച്ച് ചെയ്താലും നിങ്ങൾക്ക് 51,000 rupees is your income. നിങ്ങൾ പറഞ്ഞ എത്ര എക്സ്പെക്ടേഷൻ? 16,000. 30% കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഏറ്റവും കുറച്ചപ്പം കിട്ടുന്നതാണ് 51,000. ഇനി അത് മാത്രമല്ല, ഇവിടെ റെഫറൽ കിട്ടുന്നുണ്ട്. നിങ്ങളെ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക്, ഞാൻ പറഞ്ഞ എല്ലാ ആൾക്കാരും ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്കിൽ വന്നിട്ട് ഇതിൽ നിന്നൊരു 20,000 വെച്ച് കിട്ടുന്നുണ്ട്. സോ സ്റ്റിൽ യുവർ ഇൻകം ഇസ് 71,000. ഓക്കെ, ഇത്ര ചെറിയ കസ്റ്റമറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 1000 കസ്റ്റമർ ബേസിലുള്ളവർക്ക് 5 ആളെല്ലാം പറയുമ്പോൾ
ഞാൻ ഏജന്റ് ഇല്ല. സ്റ്റിൽ ഇത് വരുന്ന ഇൻകം ആണ് ഇത്. ഓക്കെ, ഇതിന് കിട്ടുന്ന GG കോയിൻസ് ആണ് 5,14,000 നിങ്ങൾക്ക് GG കോയിൻസ് കിട്ടുന്നത്, ഇതിന് 10 ടൈംസ്. ഓക്കെ, ഈ GG കോയിൻസ് എന്ന് പറയുന്നത് ഇന്ന് ചെറിയ കാര്യമായിട്ട് കാണുന്നുണ്ട്, പക്ഷെ ഇനി ഇത് നാലാമത്തെ സർക്കിളിന്റെ നാലാമത്തെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിന് ഡിമാൻഡ് കൂടും. അതിന് ഡിമാൻഡ് കൂടും. അന്ന് ആരാ 4th ലെവലിൽ എത്തുന്ന അയാൾ ചിലപ്പം ചോദിക്കും, നിങ്ങള് GG കോയിൻസ് സെയിൽ ചെയ്യുമോ എന്ന് ചോദിക്കും, 50% ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളടുത്ത് കടമായിട്ട് മേടിക്കാം, GG കോയിൻസ് കടമായിട്ട് മേടിക്കാം. ഇതിന് വാല്യൂ കൂടും. ഓക്കെ, ഇന്നും അതിന് വാല്യൂ ഉണ്ട്, 5% വാല്യൂ ഉണ്ട്. നിങ്ങൾ നെക്സ്റ്റ് ബില്ലിങ്ങിന് 5% വാല്യൂ ഉണ്ട്. പക്ഷെ ഇതാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ ഇത് ഏറ്റവും കുറവുള്ള സെഗ്മെന്റ് ആണ് ഞാൻ കാണിച്ചത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെന്റ് കാണിച്ചു തരാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ, ഇല്ല, ഇത് ഈ എക്സൽ കാണുന്നുണ്ട്. എന്നാ ഞാൻ സ്ക്രീൻ മാറ്റില്ല. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്കൊരു യുപോസിന്റെ ഇത് യുപോസ് ആപ്പ് ആണല്ലേ, ഇത് യുപോസിന്റെ ഹോം പേജ് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഡാഷ്ബോർഡ് ഉണ്ട്, ഒന്ന് ആപ്പ് ഉണ്ടാവും. സോ എനിക്ക് ഞാൻ ഡാഷ്ബോർഡിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് ഡെമോ പിന്നെ കാണിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കമ്മീഷൻ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കാളും ചെറിയ കമ്മീഷൻ കിട്ടുന്നില്ല. കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ചാർട്ട് ഉണ്ട്. മെഗാ ബ്രാൻഡ് the trouble person. Sudhin bhai, Vinod bhai, and I'm mute you. Okay, ഇതാ ഈ പറഞ്ഞ ഏറ്റവും മെഗാ ബ്രാൻഡ്സ് ആണ്. ഓക്കെ, സോ ഈ ബ്രാൻഡിൽ ഞാൻ കാണിക്കാം. ഇതാ, നിങ്ങൾ ഇനി ബിഗ് ബസാറിന്റെ എന്ത് പ്രോഡക്റ്റ് വിറ്റാലും നിങ്ങൾക്ക് ഡയറക്റ്റ് 0.5% കമ്മീഷൻ കിട്ടും ഇഫ് ദേ ആർ ഇൻ സർക്കിൾ ആൻഡ് RPP ഉണ്ടെങ്കിൽ. ഓക്കെ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ആണെങ്കിൽ 1% നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. യുപോസ് കമ്മീഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഇത് യുപോസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതാ പറഞ്ഞത് ഫ്ലൈയിങ് മെഷീൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എന്ത് വിറ്റാലും 14% കമ്മീഷൻ കിട്ടും യുപോസിന്. ഇനിയും ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ഇനി ഫോർ എക്സാമ്പിൾ, ഇനി ഒരു കസ്റ്റമർ വന്നു. ഇനിയിപ്പം ഞാൻ നിങ്ങളെ സ്ഥലം എവിടെയാ? ഹലോ, നിങ്ങളുടെ സ്ഥലം എവിടെയാ? മലപ്പുറം. ഓക്കെ, മലപ്പുറത്ത് വരുന്ന ഒരിക്കൽ എന്തിനോ വന്നു. ഞാൻ നിയർ ബൈ യുപോസ് ഒന്ന് ചെക്ക് ചെയ്തു. അന്നേരം നിങ്ങളെ നമ്പർ കണ്ടു. ഞാൻ നിങ്ങളെ ഒരു സർവീസ് എടുത്തോണ്ട് ഞാൻ എന്തോ ഒരു ട്രാൻസാക്ഷൻ ചെയ്തു ഒരിക്കൽ. ഓക്കെ, പിന്നെ ഞാൻ ബാംഗ്ലൂരേക്ക് പോന്നു. എനിക്ക് യുപോസുമായിട്ട് ആരുമായിട്ട് ബന്ധമില്ല, ഞാൻ യുപോസ് ഏജന്റും അല്ല. ഞാനൊരു പ്ലെയിൻ കസ്റ്റമറാണ്. ഓക്കെ, ഞാൻ ബാംഗ്ലൂർ പോയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇനി ഡൽഹി പോയോ മുംബൈ പോയോ, ഞാൻ എവിടെ പോയിട്ടും ഞാൻ എന്റെ ആപ്പിലൂടെ എന്ത് സാധനം മേടിച്ചാലും, ഞാൻ ഈ പറഞ്ഞ ഏത് ബ്രാൻഡ് മേടിച്ചാലും, ഇനി ഞാൻ ഈ സോണിൽ പോയിട്ട് ഞാൻ മൊബൈൽ മേടിക്കാം, ഇനി ആരോന്റെ ബ്രാൻഡ് പോയിട്ട് സാധനം മേടിച്ചാൽ 14% കിട്ടുന്നുണ്ട്. ഞാൻ ഫാബ് ഹോട്ടൽസിലും ഹോട്ടൽ ബുക്കിംഗ് ചെയ്തു. ഞാൻ എന്റെ മൊബൈൽ ആപ്പിലൂടെ, ജിജിന്റെ ആപ്പിലൂടെയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എന്റെ ഡിഫോൾട്ട് യുപോസ് ഓണർ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷന്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. മനസ്സിലായ പറഞ്ഞ കാര്യം? നിങ്ങളുമായിട്ടും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ആദ്യം ഒരിക്കലും ഞാൻ നിങ്ങളെടുത്തൊരു റീചാർജിന് വേണ്ടി ഞാൻ നിങ്ങളെ ബന്ധപ്പെട്ടു, ഞാൻ നിങ്ങളെ നമ്പർ തന്നു, എനിക്ക് റീചാർജ് ചെയ്ത് തന്നു. അത്രയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞാൻ അവിടുന്ന് റീലൊക്കേറ്റ് ആയി ഞാൻ ബാംഗ്ലൂരേക്ക് മാറി. ഞാൻ എന്റെ എല്ലാ ഷോപ്പിങ്ങും ഞാൻ ചെയ്യുന്ന ജിജി ആപ്പിലൂടെയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ചെയ്യുന്ന എല്ലാ ഷോപ്പിങ്ങിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു ബിക്കോസ് ഒരിക്കലും ഞാൻ നിങ്ങളെ യുപോസ് ഏജന്റ് ആയിരുന്നു. നിങ്ങളുമായിട്ട് ഞാൻ എന്റെ മാപ്പിംഗ് ആയിട്ടുള്ളത്, എന്റെ യൂസർ ID മാപ്പിംഗ് ആയിട്ടുള്ളത് നിങ്ങളെ യുപോസ് ആയിട്ടാണ്. സോ അദ്ദേഹത്തിന് വേറെ ഒരു ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പിന്നെ എടുക്കാം. ഞാൻ 2 മിനിറ്റ് തീർക്കാം. ഓക്കെ, ഒരിക്കല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത യുപോസ് ഓണറുമായിട്ട് കണ്ടു ഞാൻ എന്റെ നമ്പർ കൊടുത്ത് OTP കൊടുക്കുന്നവരെ എന്റെ എല്ലാ ട്രാൻസാക്ഷൻ ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടും. മാറാൻ പറ്റും, പക്ഷെ അത് അടുത്ത യുപോസ് ഏജന്റിന്റെ അടുത്ത് എന്റെ OTP കൊടുത്ത് ഞാൻ അയാളെ യുപോസിലേക്ക് ഞാൻ കസ്റ്റമറായി മാറണം. അതുവരെ പറ്റൂല. ഒരിക്കൽ മാറിക്കഴിഞ്ഞാൽ മാത്രം അത് പറ്റും. അതുവരെ എന്റെ എല്ലാ ട്രാൻസാക്ഷൻ ബെനിഫിറ്റ് ആ യുപോസിലുള്ളവർക്ക് തന്നെ കിട്ടും. ഇത് മാത്രമല്ല, ജിജി വെണ്ടറിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും സാധനം മേടിച്ചാൽ, നാളെ പച്ചക്കറി പീടിക വരാം, നാളെ ഫ്രൂട്ട് ഷോപ്പ് വരാം, ഈ ജ്യൂസ് ഷോപ്പ് വരാം,
അതെന്തിന് ഹെയർ കട്ട് വരെ ഷെലോൺ വരെ നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുവരാം, വെണ്ടറായി മാറാം. ഡെന്റിസ്റ്റിനെ നിങ്ങൾക്ക് വെണ്ടറാക്കി മാറ്റാം. പല്ല് എടുത്താലും നിങ്ങൾക്ക് GG കോയിൻസിലൂടെ പേ ചെയ്യുന്ന ഫെസിലിറ്റിയിലേക്ക് വരാം. എന്ത് ബിസിനസ്സും നിങ്ങൾക്ക് GGയിലെ വെണ്ടറാക്കി മാറ്റാം. അത് പെയിന്റർ ആയിക്കോട്ടെ, പ്ലംബർ ആയിക്കോട്ടെ, കാർപ്പന്റർ ആയിക്കോട്ടെ, എല്ലാത്തിനും നിങ്ങൾക്ക് ഇതാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 27,000 ബ്രാൻഡില് എത്ര ഇതില് 14%, 10%, 5% കിട്ടുന്ന ബ്രാൻഡ്സ് ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് 2% ബ്രാൻഡിനെ പറ്റി മാത്രം, 0.2 ബ്രാൻഡിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, ഇതുപോലെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഇത്രയും ഒരു ഡിജിറ്റൽ ഇൻവെൻഷൻ തന്നെ പറയാം ഈ ഒരു പ്രോഡക്റ്റ്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് സൂപ്പർ. ഇനി എനക്കും സമയം കുറവുള്ളതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും 2-3 ക്വസ്റ്റ്യൻ ക്വിക്ലി ഹാൻഡിൽ. വൺ ബൈ വൺ. സന്തോഷ് സർ, നിങ്ങളെ ഞാൻ ഹോസ്റ്റ് ആക്കാം. നിങ്ങള് സോ ദാറ്റ് ബോസ് ഇസ് ബാക്ക്. സന്തോഷ് സർ ഒന്ന് സംസാരിക്കുക. I can make you a host here, right? Okay, I made you host. ഞാനിത് യൂപോസിൽ അതൊന്ന് ലോഗിൻ ചെയ്യാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. അതെങ്ങനെ ലോഗിൻ ചെയ്യാം? ഓൾറെഡി ഞാനൊരു ഏജന്റ് ആണ്, ഷബീർ ഭായിയുടെ ഏജന്റ് ആണ്. സെയിം upos.globalgarner.com പോവാ. നിങ്ങളെ ഏജന്റ് സെയിം അവിടെ യൂസർ ഐ ഡി, നിങ്ങളെ യൂസർ ഐ ഡി കൊടുക്കണം. ഷബീർ ഭായിയുടെ യൂസർ ഐ ഡി അല്ല, നിങ്ങളെ യൂസർ ഐ ഡിയും നിങ്ങളെ പാസ്വേഡും കൊടുത്താൽ അത് ലോഗിൻ ആവാം. അത് ലോഗിൻ ആയില്ല ഞാൻ നേരത്തെ കൊടുത്തിട്ട്. അങ്ങനെ എന്റെ യൂസർ ഐ ഡി തന്നെയാണോ കൊടുക്കേണ്ടത്? നിങ്ങളെ യൂസർ ഐ ഡി തന്നെ കൊടുക്കണേ. ബിക്കോസ് യു ഹാവ് രജിസ്റ്റർഡ് ആസ് എ ഏജന്റ്. ഏജന്റ് ആയി രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ കൊടുക്കണം. ഓക്കെ. അല്ല സാർ, ഒരു ഡൗട്ട് സാർ. അത് യൂസർ നമ്മളെ ആദ്യത്തെ ഗ്ലോബൽ ഗാർണർ ആപ്പ് ഉപയോഗിച്ചിരുന്ന ആ യൂസർ നെയിം ആണോ, അതോ പുതിയത് കിട്ടിയ വേറെ എന്തെങ്കിലും ആണോ? വേറെ ഒരു നമ്പർ കിട്ടൂലല്ലോ, ഒറ്റന്നാ കിട്ടും. ജിജിയുടെ പ്രത്യേകത എന്ത് ചെയ്താലും വേറൊരു നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ. അത് ഏജന്റ് കോഡ് മാത്രമേ ഉള്ളൂ. യൂസർ ഐ ഡി വിൽ ബി ഓൾവേസ് യുവർ മൊബൈൽ നമ്പർ, നത്തിങ് എൽസ്. ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. അത് മാറൂല. ഞാനിത് സാറിന്റെ നമ്പർ ഒന്ന് തരുമോ? എന്റെ നമ്പറാ? സന്തോഷ് സാർ ഉണ്ട്, സന്തോഷ് സാറിനെ ബന്ധപ്പെടാം. ഡൗട്ട് നേരെ ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ട് വാട്സാപ്പിൽ അപ്പൊ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അയച്ചു തരുന്ന മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വന്നിട്ട് റിപ്ലൈ വന്നിക്കണോ നോക്കട്ടെ. ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് വാട്സാപ്പിൽ എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനൊന്നുകൂടി ലോഗിൻ ചെയ്ത് നോക്കാം. അത് പറ്റും, പ്രശ്നമൊന്നുമില്ല. അത് ചിലപ്പം ടെക്നിക്കലി വാലറ്റില് ആരാണ് ഏജന്റ് ആയ ആള്, വാലറ്റില് വേറെ ക്യാഷ് ഇടുന്നോ അതോ നമ്മളെ പേയ്മെന്റ് തന്നെയാണ് വാലറ്റ് ഉപയോഗിച്ചത്? ഈ പൈസന്റെ എല്ലാ ഇടപാടും ചെയ്യാം. പൈസന്റെ എല്ലാ സുരേഷ് ഭായ് നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യണം. സന്തോഷ് സാർ നിങ്ങൾ തന്നെ ചെയ്യണം. സന്തോഷ് സാർ നിങ്ങളാണ് ഹോസ്റ്റ്. സുരേഷ് ഭായ് ഞാൻ പറയാം. ഈ ഫിനാൻഷ്യലിന്റെ എല്ലാ മാറ്റർ ഉള്ളതെല്ലാം യുപോസ് ഓണർ ആണ് പവർഫുൾ. ഓക്കെ, ഏജന്റിന് ചെറിയൊരു സബ് ഡിവിഷൻ അതിൽ കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് നേരിട്ട് ഒന്നും വലുതായിട്ട് മാറ്റാൻ പറ്റൂല. ഏജന്റ് അടുത്ത് പോയിട്ട് മെയിൻ അക്കൗണ്ടിൽ നിന്നൊന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല. നിങ്ങളെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ മാത്രം നിങ്ങൾക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഞാൻ യൂട്യൂബ് വെച്ചിട്ട് ഒരു മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യാം. ആരോ ഒരാളെ ഹലോ മ്യൂട്ട് അല്ല. ഹലോ, നിങ്ങൾ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഞാനൊരു ഏജന്റ് ആണ്, ഷബീർഭായിയുടെ ഏജന്റ് ആണ് ഞാൻ. അപ്പൊ ഞാനൊരു മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാശ് ഷബീർ ഭായിയുടെ കാശ് ആയിരിക്കും അതോ എങ്ങനെ വരിക? നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ഫസ്റ്റ് ക്യാഷ്. നിങ്ങൾ ഏജന്റ് ആയാലും നിങ്ങൾക്ക് ക്യാഷ് അപ്ലോഡ് ചെയ്യാം. പക്ഷെ ക്യാഷ് റിക്വസ്റ്റ് ചെയ്യുന്നതെല്ലാം യുപോസ് ഓണർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കമ്പനിയിൽ അടക്കാം. പക്ഷെ റിക്വസ്റ്റ് അയക്കുന്നത് ആ ഓത്തറൈസേഷൻ ഇവർക്കായിരിക്കും. ഓക്കെ, ഹലോ Suresh bhai, please mute your audio. Suresh bhai, please mute your audio. ഹലോ, ഞാൻ കാസർഗോഡ് നിന്നാണ് സാർ, ഷാനവാസ്. പറയൂ സാർ. സാർ, എന്റെ ഒരു ഡൗട്ട് വെച്ചാൽ നമ്മൾ ഈ ഇതില് എഡ്യൂക്കേഷൻ സെക്ടറിൽ വന്നിട്ടുണ്ടോ?
എഡ്യൂക്കേഷൻ സി ഇനി നിങ്ങൾ വെണ്ടർ ആക്കിയാൽ അതും വരാം. നിങ്ങൾ സ്കൂളോ എഡ്യൂക്കേഷൻ സെക്ടറിൽ വെണ്ടർ ആക്കാൻ പറ്റും. നിങ്ങൾ സ്കൂളോ കോളേജോ വെണ്ടർ ആക്കിയിട്ട് ഒരു ഇഫ് ദേ ആർ റെഡി ടു ആക്സെപ്റ്റ് ദ ഫീസ് ആസ് ബിൽ നിങ്ങൾ എടുത്തോട്ടെ. എനിബഡി നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ വെണ്ടർ ആക്കാം. അതിലൊരു കാർപ്പന്റർ ഒക്കെ നമുക്ക് വെണ്ടർ ആക്കാം. ആരെ വേണമെങ്കിലും ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എഡ്യൂക്കേഷൻ മീൻസ് എയ്ഡഡ് കോളേജ്, അതുപോലെ പിന്നെ കമ്പ്യൂട്ടർ സെന്റർ, സ്കിൽഡ് കോളേജ്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വെണ്ടർ ആവാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. there is no restrictions. Yes, anybody can become vendor. സർ അപ്പോ ഒരു ഡൗട്ടും കൂടി. Yes sir. ഞാനിപ്പോ ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. യുപോസിൽ നമ്മളെ യുപോസിൽ ഞാനത് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓണർ യുപോസ് ഓണർ ഓൺലൈനിൽ വേണമെന്നുണ്ടോ? അതില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഏജന്റ് ചെയ്തതല്ലേ, സോ നിങ്ങൾക്ക് ഓത്തറൈസ് ഉണ്ട്. നിങ്ങളുടെ KYCയും ഇതൊക്കെ അതിൽ മാപ്പ് ആയിട്ടുണ്ടാവും. പക്ഷെ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ യുപോസ് ഓണർ ആണ് കൾപ്രിറ്റ് ആവുക. വേണ്ട നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് ലോഗിൻ കിട്ടുന്നല്ല, നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ ഞാനൊരു വെണ്ടറെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരോട് ആദ്യമായിട്ട് എന്താണ് പറയേണ്ടത്? അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്? കുറച്ച് ലേറ്റ് ആയി ഇത് ടോട്ടൽ വേറെ സെഗ്മെന്റാ, വെണ്ടർ മാനേജ്മെന്റ് സെഗ്മെന്റാ. പ്രോബ്ലി നാളെയോ മറ്റന്നാളോ ഒരു പ്രോഗ്രാം അതിനു വേണ്ടി സന്തോഷം എന്തെങ്കിലും അറേഞ്ച് ചെയ്യും. അതിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി പറയും. ഇത് യുപോസോ ആയിട്ടോ ഇതിനെപ്പറ്റി എന്തെങ്കിലും ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നത്. Hello, Sandeep sir. Yes sir. Yes. Yeah, can you just show how to operate this UPOS? Like how do we pay bills and all that? Like എങ്ങനെ ചെയ്യാൻ പറ്റും അതും കൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഓക്കെ, അതിനിപ്പോ സന്തോഷം തന്നെ ഹോസ്റ്റ് ആക്കി മാറ്റണം. പിന്നെയും ഞാൻ തിരിച്ചു കൊടുത്തു ഹോസ്റ്റ്. ഇനി എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ എനിക്ക് ഹോസ്റ്റ് ഡിസേബിൾഡ് ആണ് ഇപ്പൊ. And how we transfer the money that we have put to their account and then it comes to the wallet. If adum kuda parnale adinu shesham how do we purchase vouchers and make the purchases and how we do the mobile recharge okke engane cheyune ennallathu. Okay, so ഇനി ആരാ സ്ക്രീൻ ഷെയർ ചെയ്യാൻ? എനിക്ക് പറ്റുന്നില്ല സന്തോഷം. ഞാൻ ഇന്ന് നമ്മളെ വോഡാഫോണിന്റെ ചെയ്തിട്ടോ സാധനം ഞാൻ ബില്ല് അടച്ചു വോഡാഫോണിന്റെ. ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഞാൻ അടയ്ക്കാൻ നോക്കുമ്പോൾ they are telling Sandeep sir, I want to know what they are telling that choose a customer. So how do I do that? അത് നമ്മൾ കസ്റ്റമർ ആയിട്ട് നമ്മൾ ചെയ്യണം, നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് ആഡ് കസ്റ്റമർ ചെയ്തു. Santosh sir is busy on a call. Sir, enna host ആക്കി മാറ്റണം. അവിടെ എന്തൊരു ഡൗട്ട് ഉണ്ട് അത് കാണിക്കാൻ. ഹലോ, ഞാൻ തിരിച്ചു തന്നു നിങ്ങൾക്ക്. ഹലോ, ഞാൻ കാണിച്ചുതരാം ഒരു മിനിറ്റ്. One second, I'll show you. Because I have a present. Sir, ready? Can I get the shot? Okay. Yeah, I think now I'm not host. നിങ്ങൾക്ക് സന്തോഷ് you can just share me host. ഈ ക്വസ്റ്റ്യൻ ആരുടെയാണ്? അവർക്ക് mine. Sophie. Yeah, I have asked him to just show us how we make the purchase and can you hear me, Santosh sir? Yeah, tell me. Yeah, I have asked him how to show how do we recharge a telephone through UPOS and you know that money going to the account and then coming to the wallet. അതെങ്ങനെയാണ് ചെയ്യുന്നത്? all that ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. Okay. Can you hear Sandeep? Yeah, I'll do it. So quickly I'll do it. Make me host first because in the screen share in between. Fine. Right now you are the host, right? No, I'm not the host. You are the host. Okay. I'll check. Okay. Meanwhile ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. യുപോസിന് ഒരു ആപ്പും ഇല്ല. യുപോസിന് സെപ്പറേറ്റ് ആയിട്ട് മൊബൈലിൽ ഒരു ആപ്പ് ഇല്ല. യുപോസ് ആക്സസ് ചെയ്യുന്ന യുപോസ് ഓണറിന്റെ എല്ലാം ആക്സസ് ചെയ്യുന്ന ത്രൂ ബ്രൗസർ ആണ്. Okay, it is through browser we can use it. Okay,
നിങ്ങളെ മൊബൈലിൽ യൂസ് ചെയ്യാം, യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, എനിവേർ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഐ ക്വിക്ക്ലി ടേക്ക് യു ടു വൺ യൂസ്. ഹലോ നൗഷാദ് പറയൂ. എന്താ സന്തോഷ് സാർ, എന്റെ ഒരു ഡൗട്ടേ. നൗഷാദ് ഒരു മിനിറ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ, ഓക്കെ. യുപോസിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്ലോബൽ ഗാർണർ വെബ്സൈറ്റിൽ കയറിയിട്ട് പോവാം, ഇല്ലെങ്കിൽ upos.globalgarner.com ഇത് ചെയ്തു വെച്ചാൽ മതി, നിങ്ങൾക്ക് ഇവിടുന്ന് യുപോസിലേക്ക് പോവാം. ഓക്കെ, ഇതാ യുപോസിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് യുപോസ് ആപ്പ് ആണ്, ഒന്ന് യുപോസ് വെബ് ഡാഷ്ബോർഡ് ആണ്. ഇത് രണ്ടും രണ്ട് സെഗ്മെന്റ് ആണ്. ഒരു യുപോസ് ഓണറിന് രണ്ട് സെഗ്മെന്റ് കിട്ടും, ഒന്ന് യുപോസ് ഡാഷ്ബോർഡ് ആൻഡ് വൺ ഇസ് യുപോസ് ആപ്പ്. ഇപ്പം യുപോസ് ഡാഷ്ബോർഡിലേക്ക് കയറുന്നു. ഇവിടെ എൻ്റെ ഐ ഡിയും പാസ്വേഡ് ചോദിക്കും. ഐ എം ജസ്റ്റ് ഗിവിംഗ് വൺ ഐ ഡി ആൻഡ് പാസ്വേഡ്. ആദ്യം നിങ്ങൾ യുപോസ് ഓണർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. ഒന്ന്, നിങ്ങൾ മൈ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾ പാൻ കാർഡോ ആധാർ കാർഡോ ഒക്കെ അപ്ഡേറ്റ് ചെയ്യണം, KYC വെരിഫിക്കേഷൻ ചെയ്യണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ദിസ് യു ക്യാൻ സീ ദ ആധാർ കാർഡ് ആൻഡ് ഓൾ ദിസ് തിങ്സ് യു ക്യാൻ സീ. ആധാർ കാർഡ് ഫ്രണ്ട് ബാക്ക്, ബിക്കോസ് ഇത് നിങ്ങൾ മാൻഡേറ്ററി ആണ്. ഇത് ചെയ്യാണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഇടാൻ പറ്റില്ല. സോ ഫസ്റ്റ് യു ഹാവ് ടു ഡു ഇസ് go to KYC and update your KYC. That is one thing. പിന്നെ നിങ്ങളുടെ ഷോപ്പിന് നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ, യു ക്യാൻ ജസ്റ്റ് ചെക്ക് യുവർ ലാൻഡ് മാർക്ക് ഓൾസോ. സോ ആരെങ്കിലും നിങ്ങളുടെ യുപോസ് ഗൂഗിൾ മാപ്പിലൂടെ നിങ്ങൾ യുപോസ് ഓഫീസ് വരെ എത്തണം. ദാറ്റ് ക്യാൻ ബി ഡൺ. സോ ഇവിടെ നിങ്ങൾക്ക് ഇനി സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് നിങ്ങൾ ഓഫീസിൽ ഇടണമെങ്കിൽ ഇതാ ഇവിടെ നിങ്ങളുടെ പേര് പ്രിന്റ് ജനറേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിങ്ങളുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടും. യു ക്യാൻ പുട്ട് ദിസ് ഇൻ യുവർ ഷോപ്പ്, റൈറ്റ്? So ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും. You have to upload this bill. അത് സർ പറഞ്ഞുതരും, right? This is dashboard. Okay, anytime you have to put money, what you have to do is add money request. നിങ്ങൾ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടണം. This is the company account details. ഇവിടെ ഡീറ്റെയിൽ ഉണ്ട്. ICICI ബാങ്ക്. ഇവിടത്തേക്ക് നിങ്ങൾ UPI ട്രാൻസ്ഫർ ചെയ്യുക, IMPS ചെയ്യുക, എന്ത് വേണം ചെയ്യാം. ഇൻ ബിറ്റ്വീൻ ആരോ സംസാരിക്കുക പ്ലീസ്. ഓക്കെ, സോ ഇതാ ഇവിടെ ഈ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ഇവിടെ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ ലോഡ് ചെയ്യണം പൈസ. ലൈക്ക് നെഫ്റ്റ് ആണോ IMPS ആണോ എന്താ ചെയ്യണം. IMPS ഇവിടെ ഫോർ എക്സാമ്പിൾ ഇഫ് യു പുട്ട് 10,000 മേക്ക് ഇറ്റ് 10,000, പേയ്മെന്റ് ഡേറ്റ്, ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ. ഇതിന് IMPS ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റെഫറൻസ് നമ്പർ കിട്ടൂലേ, അത് ഇവിടെ ചെയ്യണം. യു ഹാവ് ടു പുട്ട് ഇറ്റ് ഹിയർ, റൈറ്റ്? യു ഹാവ് ടു മെൻഷൻ ഇറ്റ് ഹിയർ. സോ ദെൻ യു ഗിവ് സബ്മിറ്റ്, it will go. So automatically money load request will be there. Like this, ingane request cheyide ee transaction okke ninge ingane cheyan കാണാൻ പറ്റും, track ചെയ്യാൻ പറ്റും. UPI, IMPS, whatever we have done, you can just check like this. Okay, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ money automatically നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. So it will be loaded in your account, which will show it here in the dashboard. Okay, so I think this is a dashboard. And this is a total earning കാണിക്കും. അതിൽ എന്തെല്ലാം earning ചെയ്ത നിങ്ങൾ എന്നെല്ലാം കാണിക്കും, എത്ര പൈസ ഉണ്ടെന്ന് കാണിക്കും. ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. ഓക്കെ, സോ ദിസ് ഇസ് റിഗാർഡിംഗ് ദ ഡാഷ്ബോർഡ്. ഇവിടെ നിങ്ങൾക്ക് റീചാർജ് ആൻഡ് എവറിഥിങ്, യു കനോട്ട് ഡു എനിത്തിങ് ഹിയർ. ദിസ് ഇസ് ഓൺലി യുവർ ഡാഷ്ബോർഡ് വേർ യു ക്യാൻ ഈവൻ മാനേജ് ഏജന്റ്സ്, ഓൾ ദീസ് തിങ്സ് യു ക്യാൻ ഡു ഇറ്റ് ഹിയർ. ഓക്കെ, ഇനി എന്തെങ്കിലും ബിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും യു ക്യാൻ ഡു ഇറ്റ് ഹിയർ. ഓൾ ദോസ് ഓപ്ഷൻ ഇസ് ഹിയർ, റൈറ്റ്? സോ ഐ എം ക്വിക്ലി ഗോയിങ് ഫ്രം ഹിയർ. ഇനി യുപോസ് ഡാഷ്ബോർഡ് കഴിഞ്ഞു. So now I have to go for UPOS app. That is UPOS app. So this is not dashboard. Now I have clicked UPOS app. Same thing. I'm just clicking with the login. Here you can do all the recharge, everything, mega brands, best shopping websites, IT service, HR, vehicle, loan, local brands, insurance. ഇതൊക്കെ ഇവിടെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഈ സെഗ്മെന്റിലാണ് ചെയ്യുക. For example, നിങ്ങൾക്ക് റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് യു ഷുഡ് ഹാവ് എ കസ്റ്റമർ. ഫസ്റ്റ് യു ഹാവ് ടു പുട്ട് യുവർ, ഇവിടെ ഈ ആഡ് ബട്ടൺ കൊടുത്താൽ ഇവിടെ ചോദിക്കും കസ്റ്റമർ നെയിം, കസ്റ്റമർ ഫോൺ നമ്പർ. You put the customer phone number and tell OTP. OTP will come. Then enter that OTP here. You submit. When you do this, it will be there in my customer. So like this, you can see these are the customers of this UPOS owner. Okay, they are all their default customers. These are all their default customers. So ഇനിയിപ്പം എന്തെങ്കിലും ഒരു റീചാർജ് ചെയ്യണം. So you have to select the customer first. For example, ഇപ്പം നിങ്ങളുടെ നമ്പറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോസസ് ചെയ്തേ പറ്റൂ.
കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ? സന്തോഷ് കാണുന്നുണ്ടോ? Yes, yes, yes. Visible, visible, visible. Yeah. Yes, we can see. ഇനി ഈ ആനി എന്ന് പറഞ്ഞ കസ്റ്റമറിനാണ് ഞാൻ റീചാർജ് ചെയ്യേണ്ടത്. സോ ഐ വിൽ ഫസ്റ്റ് സെറ്റ് ആസ് കസ്റ്റമർ. കണ്ട കസ്റ്റമർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. Okay, so now I will go to home. So ഇതാ ഇവിടെ പേര് കാണാം. ഇനി എന്ത് ട്രാൻസാക്ഷൻ ഞാൻ ചെയ്യുന്നു ദാറ്റ് വിൽ അത് ഈ ആനി എന്ന് പറഞ്ഞ കസ്റ്റമറിന് മാപ്പ് ആവും. ഞാൻ എന്ത് ട്രാൻസാക്ഷൻ ഇനി ഇതിൽ ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് ആനിക്കാണ് കിട്ടാൻ പോകുന്നത്. ഇനി ഞാൻ ബിൽ റീചാർജ് ചെയ്യണം എന്ന് പറയുമ്പോൾ പ്രീപെയ്ഡ് റീചാർജ് ചെയ്യേണ്ടത് ഏത് ഓപ്പറേറ്ററാണ് വേണ്ടത് സെലക്ട് ചെയ്യാം. സോ ഐ ക്യാൻ സെലക്ട് ഫ്രം ദിസ് ഓപ്പറേറ്റർ. ഫോൺ നമ്പർ കൊടുക്കാം. ഇവിടെ ജിയോ ആയിക്കോട്ടെ, ഇത്ര ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. റൈറ്റ് നൗ വി ഡോണ്ട് ഹാവ് എയർടെൽ. അതല്ലാണ്ട് ബാക്കി എല്ലാ ബ്രാൻഡും ഇവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ BSNL ആണ് ചെയ്യുന്നത്. സോ BSNL ടോപ്പ് നോക്കാം. മൊബൈൽ നമ്പർ, പ്രൊസീഡ് ടു റീചാർജ്. ചെയ്യുമ്പോൾ ഒരു പിൻ ചോദിക്കും. ഇറ്റ് വിൽ ആസ്ക് ഫോർ എ പിൻ. ആ പിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ യുപോസ് ഡാഷ്ബോർഡിൽ ഉണ്ടാവും. ആ പിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും. 1+4 days, that is total 5 days ആ കസ്റ്റമറിന് എല്ലാ ബെനിഫിറ്റും കിട്ടും. ഓക്കെ, ആ കസ്റ്റമറിന്റെ GG കോയിൻസും അയാൾ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടും വിത്തിൻ 5 days. എല്ലാ നമ്മള് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബിഫോർ 5 days വരുള്ളൂ. ട്രാൻസാക്ഷൻ ഡേ പ്ലസ് 4 days, that is total 5 days. ഞാനതിങ്ങനെ ചിന്തിച്ചൊന്നും വന്ന് കണ്ടില്ല. വരൂല, 5 ദിവസത്തിനുള്ളിൽ anything will update in 5 days. ഷബീർ അത് മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുകയല്ലേ? രാത്രി ചോദിക്കണം വിചാരിച്ചതാ. എന്തായാലും I can take one last question. Anything? Yeah, one more thing, sir. See, if I'm recharging my telephone number, so I become a customer. Okay. Now, if I want to do somebody in my family, their number, OTP, can I do it under my number? Yes. Or I have to add them as no. Ningale ipo suppose ningale benefit okay ningalku kittum. You can recharge any number of people outsider's name, but all that cashback will be counted in your name. Okay. Then I just have to choose me as a customer and do it into that. Yes. Thank you, sir. ചില ആൾക്കാർ പറയും ഞാൻ എന്തിന് കൺവീനിയൻസ് ചാർജ് കൊടുക്കണമെന്ന്. ആ 10 രൂപ 15 രൂപ നിങ്ങൾ കൊടുക്കുക, റീചാർജ് ചെയ്യുക, അത് നിങ്ങൾ UPV-ലേക്ക് കയറ്റുക. UPV ആഡ് ആയിക്കൊണ്ട്. Can I ask a question, please? Sir, hello. Yes. Naushad ചോദിക്കുന്നത്. Naushad ചോദിച്ചോളൂ. Yes, sir. Santosh sir. ചോദിച്ചോളൂ. Yes. Naushad ചോദിക്കൂ. Sir, എന്റെ ഡൗട്ട്, ഞാൻ ട്രാവൽ ഏജൻസിയാണ്. നമുക്ക് നമ്മുടെ എയർലൈൻ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ കഴിയുമെന്നുള്ള പറ്റും. എയർലൈൻ ചെയ്യാം. booking.com ഉണ്ട്, ക്ലിയർ മൈ ട്രിപ്പ് ഉണ്ട്, മേക്ക് മൈ ട്രിപ്പ് ഉണ്ട്. എന്തിന്റെ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യാം, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇനി നമുക്ക് alhind.com നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. വേണ്ട, അലിന്ദിനെ മാറ്റി സബീർ പേഴ്സണൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനുള്ള പരിപാടി. അലിന്ദ് വേണ്ട. അല്ല, എയർലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേറെ ഡൗട്ട്, അതിന് നമുക്ക് എയർലൈൻ തരുന്ന കമ്മീഷനിലും കുറച്ചുകൂടെ ബെനിഫിറ്റ് നമുക്ക് നമ്മളെ ആപ്പിലൂടെ ചെയ്യുമ്പോൾ ഉണ്ടാവുമോ? അതറിയാം സർ. അത് കിട്ടും. ആസ് എ ഡയറക്റ്റ് എയർലൈനറിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 10,000 ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ആ എയർലൈനർ നിങ്ങൾക്ക് തരുന്ന ഒരു ചെറിയ കമ്മീഷൻ ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു 10,000 ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഇനി മൈ സർക്കിളിലോ ഫിഫോലോ ഇല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്കിൽ കയറി കഴിഞ്ഞാൽ അതിലും കൂടുതൽ കമ്മീഷൻ ഇവിടെ കിട്ടും. അയാൾ ടിക്കറ്റ് എക്സ്പെൻസ് അല്ല, അയാൾ ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുന്നത്. ടോട്ടലി നമ്മൾ പർച്ചേസ് എമൗണ്ടിന്റെ ഇൻകം CP എന്ന നിലയിൽ എനിക്ക് കിട്ടുന്നുണ്ടാവില്ലേ? ടോട്ടൽ ഇൻകം കമ്മീഷൻ കിട്ടും, അത് വേറെ. കസ്റ്റമറിനും ബെനിഫിറ്റ് ഉണ്ടല്ലോ. ഇനി അയാൾ നിങ്ങളുടെ അടുത്ത് ഒരു 50 രൂപ കൂടിയാലും കസ്റ്റമറിന് നിങ്ങളുടെ അടുത്ത് വരുന്ന ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. ഇനി ഡയറക്റ്റ് ഓപ്പറേറ്ററിനെ കണ്ടും നിങ്ങളുടെ അടുത്താണ് കൂടുതൽ ബെനിഫിറ്റ്, ജാസ്തി നല്ല ബെനിഫിറ്റ് കിട്ടും നിങ്ങളുടെ അടുത്ത്. ഈ ഐഡിയ ഷബീറിന് പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ സാറേ. പറഞ്ഞു കൊടുക്കുന്നില്ല. ഭയങ്കര കുറുക്കണ മലബാർ ഏരിയയില്. നിങ്ങളോടെല്ലാം പരിചയപ്പെട്ട സന്തോഷം, സംസാരിക്കാൻ പറ്റിയ സന്തോഷം. ഇനി എന്തെങ്കിലും ഏതെങ്കിലും ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ കാണാം.
ഇവിടെ ഒരു ഫിസിക്കൽ ട്രെയിനിങ് സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം. എക്സ്ക്യൂസ് മീ സർ ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു. ഒരു 2 മിനിറ്റ് കൂടി സന്ദീപ്. സന്ദീപിന് ഇന്ന് വളരെ തിരക്കുള്ള ഒരു ദിവസമാണ്. എന്നിട്ട് പോലും സന്ദീപ് കൂടെ വരാൻ ഞാൻ, കാരണം നേരത്തെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടോ, യൂപോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കില് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് സന്ദീപ്. അതുകൊണ്ടാണ് സന്ദീപിനെ ഞാൻ നിർബന്ധിച്ച്, കാരണം ഇന്ന് ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളിന്റെ ഇടയിൽ സന്ദീപ് സ്പെയർഡ് ദിസ് ടൈം ഫോർ us. ഏതാണ്ട് ഒരു 1.25 മണിക്കൂർ നമുക്ക് വേണ്ടി ഈ ഒരു ഒറ്റ സെഗ്മെന്റ് മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ടോട്ടൽ ഒരു വാവ് പ്രോഗ്രാം നമ്മൾ 2 മണിക്കൂർ എടുക്കണേ, 1.25 മണിക്കൂർ നേരം നമ്മൾ ചർച്ച ചെയ്ത് യൂപോസിനെ കുറിച്ച് മാത്രമാണ്. അപ്പൊ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരു വിഷയമാണ്. ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ യൂപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഇതിൽ കൊടുത്ത പോലെ, നമ്മുടെ ഫ്ലയറിൽ കൊടുത്ത പോലെ, ഇറ്റ് ഈസ് എ റിയൽ ട്രഷർ ബോക്സ്, ഒരു സംശയമില്ല. പക്ഷെ അത് കൂടുതൽ മനസ്സിലാക്കി അതിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ആർക്കും അത് എടുത്തതിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ റിഗ്രറ്റ് ചെയ്യേണ്ടാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയായിരിക്കും യൂപോസ്. ദാറ്റ് ഇസ് അപ് ടു യു. നിങ്ങൾ ആലോചിക്കുക, ഒന്നുകൂടെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, സൈറ്റിൽ കയറുക, നോക്കുക എന്തൊക്കെയാണ് യൂപോസിന്റെ കാര്യങ്ങൾ നോക്കുക. അപ്പൊ ഓൾറെഡി നിങ്ങളുടെയൊക്കെ എല്ലാ MCP-മാരുടെ കയ്യിൽ യൂപോസ് ഉണ്ട്. മലപ്പുറത്താണെങ്കിൽ ഷബീറിന്റെ കയ്യിൽ യൂപോസ് ഉണ്ട്, കാലിക്കറ്റ് ആണെങ്കിൽ സോഫിയുടെ കയ്യിൽ യൂപോസ് ഉണ്ട്, പാലക്കാടാണെങ്കിൽ എന്റെ കയ്യിലുണ്ട്. എല്ലാ MCP-മാരുടെ കയ്യിലും യൂപോസ് ഉണ്ട് ഓൾറെഡി. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അപ്പോ യൂപോസുകൾ പരമാവധി സ്ഥലത്ത് എത്തുമ്പോഴേ, നമ്മളിപ്പോ ഒരു ചെയിൻ സ്റ്റോർ തുടങ്ങുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ ചെയിൻ സ്റ്റോർ എല്ലായിടത്തും എത്തണം. അപ്പൊ യൂപോസ് പരമാവധി സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് കൂടുതലായിട്ട് കിട്ടുക. എനിവേ, താങ്ക് യു സന്ദീപ്, താങ്ക് യു വെരി മച്ച്. എനിക്കറിയാം തിരക്കുണ്ടെന്നുള്ളത്. ഇനി ഞങ്ങൾ വിളിക്കും, ഇനി ഞങ്ങൾ ബുദ്ധിമുട്ടിക്കും, ഇനി ഞങ്ങൾ ബുദ്ധിമുട്ടിക്കും ഇടയ്ക്കിടയ്ക്ക് പല കാര്യങ്ങൾക്കായിട്ട്. കാരണം കേരള എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തുടങ്ങി, വി ആർ ഓൺ ദ മൂവ്. അപ്പോ സന്ദീപിന്റെ ഒക്കെ സഹായവും സപ്പോർട്ടും നമുക്ക് ഇതുപോലുള്ള നോളജ് ഷെയറിംഗ് സെഷനുകളിൽ വേണം. സോ വൺസ് അഗൈൻ ഓൺ ബിഹാഫ് ഓഫ് entire team of Kerala Global Gardener, I thank you. Pleasure is mine, sir. Thank you for the opportunity and thank you for all. ഒരു ഒറ്റക്കാര്യ സർ ട്രഷർ ബോക്സ് പറഞ്ഞ പോലെ ഞാൻ എല്ലാവർക്കും ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. ഇത് ഒരു അലാവുദ്ദീന്റെ മാന്ത്രിക വിളക്കില്ലേ, അതുപോലത്തെ ഒരു സംഭവം യൂപോസ്. ഇതിലിനി ആഡ് ചെയ്യാൻ പോകുന്ന പ്രോഡക്ട്സ്, ഇനിയും എത്രയോ പ്രോഡക്ട്സ് ആഡ് ചെയ്യാൻ പോകുന്നു. സോ നിങ്ങളുടെ അടുത്ത് ഇത് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഓൾ ഓവർ ഇന്ത്യ ഓൺലി 9 lakh യൂപോസ് മാത്രമേ കൊടുക്കൂ. 9 lakhന്റെ മേൽ ഒരു യൂപോസും കമ്പനി വിൽക്കാൻ പോകുന്നില്ല. ഇനി 9 lakh യൂപോസ് നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ പ്രൈസ് ഡബിളിന് വിൽക്കുക, ട്രിപ്പിളിന് വിൽക്കുക, അതൊരു പ്രൈസ്ലെസ് പ്രോപ്പർട്ടി ആയി മാറും. So don't miss this. Buy UPOS immediately. Thank you all. ഞാൻ ഇവിടുന്ന് സൈൻ ഔട്ട് ചെയ്തു. You can continue. Thank you. എനിക്ക് ബാക്കി ഇവിടെ ഇനി 66 പേര് ബാക്കിയുണ്ട്. 2 വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ 66 പേരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഗ്ലോബൽ ഗാർഡനർ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് ഒരുപാട്, നമ്മൾ പെട്ടെന്ന് പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അസംഷൻസ് ഉണ്ടാവും. ഒറ്റ വിട്ട് ഞാനൊന്ന് മ്യൂട്ട് ചെയ്തോട്ടെ, ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞാലും. അപ്പൊ എല്ലാവർക്കും ഒരുപാട് അസംഷൻസ് ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ എന്താണ് ഈ ഒരു കമ്പനി എന്നുള്ളതിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ കമ്പനിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാനുണ്ട്. അത് വൺസ് നിങ്ങൾ ഇതിൽ തറവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മുൻപ് പരിപാടികൾ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുള്ളവർക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. വി വിൽ സ്റ്റാർട്ട് ലവിങ് ദിസ് കമ്പനി. കാരണം അത്രയും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള യൂസർ ആപ്പ് മാത്രം യൂപോസിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ആ യൂസർ ആപ്ലിക്കേഷൻ, അതിലെ എല്ലാ ഓപ്ഷൻസും നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒരു ചോദ്യം പുറത്ത് ചോദിക്കേണ്ടതില്ല. എല്ലാം ഇൻക്ലൂഡിങ് ഓരോ സെഗ്മെന്റിനെ കുറിച്ചുള്ള വീഡിയോസ് അടക്കം അതിൽ ഉണ്ട്, ആ ആപ്പിന്റെ ഉള്ളിലുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ആ ആപ്പിൽ തന്നെയുണ്ട്. പക്ഷെ പലരും അത് നോക്കിയിട്ടില്ല. ആ ഫ്രണ്ട് സ്ക്രീൻ നോക്കി അങ്ങനെ വെക്കുന്നല്ലാതെ അത് തുറന്ന് ഓരോ ടാബിൽ എന്താണെന്ന് നോക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും ഇത് മാത്രമല്ല, ആ ബിസിനസിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യു ലേൺ മോർ. ഗ്ലോബൽ ഗാർഡനറിനെ കുറിച്ച് പഠിച്ചിട്ട് വരും. അല്ലാതെ ഒരാൾ നിർബന്ധിച്ചുകൊണ്ടോ കൈപിടിച്ച് വലിച്ചുകൊണ്ടോ ആരും ഗ്ലോബൽ ഗാർഡനറിലേക്ക് വരരുത്. നിങ്ങൾ പഠിച്ചിട്ട് ഇഫ് യു ആർ നോട്ട് കൺവിൻസ്ഡ്, സന്തോഷത്തോടു കൂടി നമുക്ക് ബൈ പറഞ്ഞ് നമുക്ക് പിരിയാം. നിങ്ങൾക്ക് ഗ്ലോബൽ ഗാർഡനർ എന്ന കമ്പനിയിൽ എനിക്ക് കൺവിൻസ്ഡ് അല്ല, നോ പ്രോബ്ലം. ഒരാളെയും നമ്മൾ നിർബന്ധിച്ചതിലേക്ക് കൊണ്ടുവരുന്നില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. വളരെ സജീവമായിട്ട് ഇത്രയും മുഖങ്ങൾ വൈകുന്നേരം കാണാൻ പറ്റിയില്ല. നമ്മൾ ഇതുപോലുള്ള നോളജ് ഷെയറിംഗ് സെഷൻസ് ഇനിയും 2 ദിവസം കൂടെ ഉണ്ടാവും. അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എൻഹാൻസ് യുവർ നോളജ്. എല്ലാവർക്കും, എല്ലാ MCP-മാർക്കും അഭിനന്ദനങ്ങൾ. ഇത്രയും പേരെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചതിൽ. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. താങ്ക് യു വെരി മച്ച്. ബൈ. സീ യു ഓൾ. Thank you, sir. Thank you, sir. Thank you, sir. Thank you.